പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വീണ്ടും വാഴ്ത്തപ്പെടുവാനാകട്ടെ. കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് ലൈവ് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ എൻ്റെ വിവാഹം നിശ്ചയിക്കുവാൻ, അല്ലെങ്കിൽ എനിക്ക് തക്കതായ ഒരു ജീവിത പങ്കാളിയെ ഈ ഭൂമിയിൽ നൽകി തരുവാൻ ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയിൽ ഒരാളായിരുന്നു പതിച്ചേരിയിൽ കുഞ്ഞുമോൻ ചായ. അദ്ദേഹം പ്രിയം വെച്ച കർത്തൃസന്നിധിയിൽ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ചേർക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിനോടുള്ള ബന്ധത്തിൽ ദുഃഖത്തിലായിരുന്ന ആ ഭവനത്തിൽ പോകുവാനും ഇന്നലെ ആ ഭവനത്തിൽ വെച്ച് നടന്ന ആ ശുശ്രൂഷയിൽ പങ്കാളി ആകുകയും ആ മൃതശരീരം മറവ് ചെയ്യുവാൻ പോയതുകൊണ്ടുമാണ് ഇന്നലെ ലൈവിൽ വരുവാനായിട്ട് കഴിയാതെ പോയത്. എങ്കിലും നമ്മളായിരുന്ന ഭവനങ്ങളിൽ നമുക്ക് പ്രാർത്ഥിപ്പാനും ദൈവ സാന്നിധ്യം അനുഭവിപ്പാനൊക്കെയും കർത്താവ് ഇടയാക്കിയല്ലോ. കർത്താവിൽ പ്രിയം വെച്ച ആ ദൈവ മനുഷ്യനെ കുറിച്ച് പറയുവാൻ എനിക്കുമുണ്ട്. എൻ്റെ 21-ാമത്തെ വയസ്സിൽ ദൈവവചനം പഠനം കഴിഞ്ഞ് സഭാ ശുശ്രൂഷകനായി നിയമിക്കപ്പെട്ടിരിക്കെ വിവാഹിതനാകണം, അങ്ങനെ ആഗ്രഹത്തിൻ്റെ ഫലമായി ഞാനും എൻ്റെ പിതാവും കുന്നുംകുളത്തുള്ള ഒരു കെ രാജൻ പാസ്റ്ററുടെ ചർച്ചിലെ ഒരു പെൺകുട്ടിയെ കുറിച്ചറിഞ്ഞ് പോയി കണ്ട് മടങ്ങി വരവേ ആ ദൈവവൃത്യൻ പറഞ്ഞു, മറ്റൊരു പെൺകുട്ടിയും കൂടെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പെൺകുട്ടിയെ പോയി കാണാം. ഒരുപാട് സമയമായി, രാത്രിയായി. ഞാനും എൻ്റെ പിതാവും അമ്മേൻ അവിടേക്ക് പോകാതെ ഞങ്ങൾ മടങ്ങി വന്നു. ചില ദിവസങ്ങൾ, ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്ന പ്രിയ കുഞ്ഞോമച്ചായ ഞങ്ങൾ അന്ന് പോയി കാണാതെ മടങ്ങി വന്ന ആ പെൺകുട്ടിയെ കാണുവാനായിട്ടുള്ള ഒരവസരം ഉണ്ടാക്കി. അദ്ദേഹം, ഞാൻ അവിടെ പോകാനിരിക്കുകയായിരുന്നു എന്നൊന്നും അറിഞ്ഞില്ല. ഞങ്ങൾ പരസ്പരം അറിയാതെ കണ്ട അദ്ദേഹത്തിൻ്റെ അകത്ത് ഉണ്ടായ ആ ചിന്തകൾക്കനുസരിച്ച് അദ്ദേഹം ഒരു എഴുത്ത് കൊടുത്തുവിട്ടു. എൻ്റെ സ്വദേശം കണ്ണൂരാണ്. തൃശ്ശൂർ ജില്ലയിലായിരിക്കുന്ന മരവട്ടിച്ചാൽ ആയിരിക്കുന്ന പ്രിയ കുഞ്ഞുമോൻ ചായൻ ആ ലെറ്റർ കൊടുത്തുവിട്ടു. അന്ന് എൻ്റെ പിതാവ് ശുശ്രൂഷിക്കുന്ന സഭയിൽ കൂടി വരുന്ന ഒരു ഭവനത്തിലെ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. അന്ന് ആ ഉപവാസ പ്രാർത്ഥനയിൽ 3 ദിവസവും ദൈവവചനം ശുശ്രൂഷിക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. അതിലെ 2ാമത്തെ ദിവസം ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കുഞ്ഞുമോൻ ചായന്റെ മൂത്ത മകളുടെ ഹസ്ബൻഡും തൻ്റെ ഇളയ മകളും തൻ്റെ ഹസ്ബൻഡും ഒക്കെയായി ഈ ലെറ്റർ കൊണ്ട് എൻ്റെ ഭവനത്തിലേക്ക് വരുന്നത്. അന്ന് വരുമ്പോൾ എൻ്റെ പപ്പ ശുശ്രൂഷകനായതുകൊണ്ട് ആ സഭയിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരു ഭവനത്തിൽ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. അവിടുത്തെ രാവിലത്തെ സെഷനിൽ ദൈവവചനം ശുശ്രൂഷിച്ച് ആമേൻ നിൽക്കുന്ന സമയത്താണ് ഇവർ വരുന്നത്. ആ ശുശ്രൂഷ കഴിഞ്ഞ് ഈ ലെറ്റർ എൻ്റെ പിതാവിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. പിതാവ് ആ ലെറ്റർ നോക്കി അതിനുശേഷം അത് എൻ്റെ കയ്യിൽ തരുന്നു. ആമേൻ. അന്നത്തെ കൂട്ടായ്മയിൽ വന്നവരും പങ്കാളികളായി. അന്ന് രാത്രി എൻ്റെ വീട്ടിൽ വിശ്രമിച്ച് അടുത്ത പകലിൽ അവര് മീറ്റിംഗ് കഴിഞ്ഞ് എന്നെയും കൊണ്ട് അവരുടെ നാട്ടിലേക്ക് പോയി. അങ്ങനെ ഈ കുഞ്ഞുമോൻ ചായൻ്റെ വീട്ടിൽ രാത്രി വിശ്രമിക്കുവാനും
പ്രിയ സാറാമ്മച്ചി ഞങ്ങൾക്ക് എനിക്ക് ഭക്ഷണമുണ്ടാക്കി ആമേൻ തന്ന് അന്ന് രാത്രി അവിടെ വിശ്രമിച്ചു. ആമേൻ അവിടെ നിന്ന് രാവിലെ ആമേൻ എനിക്ക് വേണ്ടി ഒരുക്കിയ അല്ലെങ്കിൽ എന്നെ കാണിക്കുവാനായിട്ടുള്ള ആ പെൺകുട്ടിയെ കാണുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയാണ്. വളരെ കഠിനാധ്വാനിയും ആമേൻ കൃഷിയോട് വളരെ താല്പര്യവും അതിനേക്കാൾ ഉപരി ആമേൻ ദൈവദാസന്മാരെയും ദൈവമക്കളെയും അകമഴിഞ്ഞ് സ്നേഹിക്കുകയും ആമേൻ കരുതുകയും ചെയ്യുന്ന ആ അനുഗ്രഹീതനായ ദൈവമനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ രാവിലത്തെ ടാപ്പിംഗ് ജോലിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം എന്നെ കൊണ്ട് ആമേൻ ചേലക്കരയ്ക്കടുത്തുള്ള കൊണ്ടാഴിക്കടുത്തുള്ള ഒന്നാംകല്ല് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആമേൻ പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്നു. ആമേൻ എന്നാൽ ഈ യാത്രയ്ക്ക് മുമ്പ് ആമേൻ രാത്രിയുടെ തലേന്ന് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മാതാവിനോടും എൻ്റെ സഹോദരനോടും ആമേൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ കാണാൻ പോകുന്ന ആ പെൺകുട്ടിയെ കണ്ട് ആ വീട് കണ്ട് ഞാൻ പോകുന്ന വീട് ഇങ്ങനെ ആയിരിക്കും, ദൈവം എന്നെ കാണിച്ചു. അങ്ങനെ വളരെ ദൈവിക നിയോഗത്തോടെ ആമേൻ ഈ വാത്സല്യ പിതാവുമായി ആ ഭവനത്തിൽ ചെന്നത് ഞാൻ ഓർക്കുകയാണ്. ആമേൻ ആ ഭവനത്തിൽ ചെന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ആമേൻ എന്നെ കൊണ്ടുപോയത് ആമേൻ പതിച്ചേരിയിൽ കുഞ്ഞുമോനാണ്. ഞാൻ ചെന്ന് കണ്ട പെൺകുട്ടിയുടെ ആമേൻ ഒഫീഷ്യൽ നെയിം ആമേൻ PC അലക്സാണ്ടർ എന്നാണെങ്കിലും ആമേൻ അദ്ദേഹത്തെ വിളിക്കുന്നത് ആമേൻ കുഞ്ഞുമോൻ എന്നാണ്. അദ്ദേഹത്തിന്റെ വീട്ടുപേര് പരിച്ചേരിയിൽ നിന്നാണ്. ഹല്ലേലൂയ. അപ്പൊ എന്നെ കൊണ്ടുപോയത് ആമേൻ ഒരു കുഞ്ഞുമോനച്ചാനാണ്. അദ്ദേഹത്തിന്റെ വീട്ട് പേര് പതിച്ചേരി. ആമേൻ ഞാൻ ചെന്ന വീട്ടിലെ ആമേൻ ആ പിതാവിന്റെ പേര് ആമേൻ കുഞ്ഞുമോൻ, വീട്ടുപേര് പരിച്ചേരി. ആമേൻ രണ്ട് വീട്ടുപേരും വളരെ സാമ്യം. ആമേൻ ഒരക്ഷരത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ആമേൻ ഹല്ലേലൂയ. ആമേൻ അവരുടെ രണ്ടുപേരും ഒന്ന്. ഹല്ലേലൂയ. ആ പിതാവിന്റെ മൂത്ത മകളുടെ പേര് ഷീബ എന്നാണ്, ഇളയ മകളുടെ പേര് ഷീന എന്നാണ്. രണ്ട് സഹോദരന്മാരുണ്ട്. ആമേൻ സന്തോഷ്, അഭിലാഷ്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിപ്പാൻ തക്കവണ്ണം ആമേൻ ദർശനത്തോടെ കാഴ്ചപ്പാടോടെ നിന്ന ആ വാത്സല്യ പിതാവ് മുഖാന്തരം ആമേൻ അതേ പതിച്ചേരിയിൽ കുഞ്ഞുമോനച്ചായൻ പരിച്ചേരിയിൽ കുഞ്ഞുമോൻചാന്റെ മകളെ കാണിച്ചു തരുവാനിടയായി. ഇസ്ഹാക്കിന് വേണ്ടി ലാസറിനെ ആമേൻ അയച്ചതുപോലെ ആമേൻ ഹല്ലേലൂയ പരിശുദ്ധ ആത്മാവ് എലയാസറിനെ അയച്ചതുപോലെ ആമേൻ പ്രിയ പിതാവിനെ അയക്കുവാനിടയായി. അങ്ങനെ ആമേൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം പലപ്പോഴായി തൻ്റെ ഭവനത്തിൽ ചെല്ലുവാനും ആമേൻ ചെറുതും വലുതുമായ നന്മകൾ ആമേൻ സ്വീകരിക്കുവാനും ആമേൻ ഒത്തിരി അനുഭവങ്ങൾ ഒക്കെ പങ്കുവെക്കുവാനുണ്ട് പ്രിയരെ. ആമേൻ എൻ്റെ കൊച്ചുമകളെ ആമേൻ ഏതാനും ആമേൻ മാസങ്ങൾക്ക് മുമ്പ് കൊണ്ടുപോയി ആമേൻ അദ്ദേഹത്തെ കാണിക്കുവാനും ആമേൻ എൻ്റെ കൊച്ചുമകൾക്ക് അദ്ദേഹം ഒരു നന്മ കൊടുക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. അങ്ങനെ ഒത്തിരി നല്ല അനുഭവങ്ങൾ ആമേൻ പങ്കുവെക്കുവാനുണ്ട് പ്രിയരെ. വാഗ്ദത്തമുള്ളവനെ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ഒതുക്കാൻ കഴിയത്തില്ല, തകർക്കുവാൻ കഴിയത്തില്ല. ആമേൻ വാഗ്ദത്തമുള്ള ആ പിതാവ് ആമേൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനവധി കഷ്ടങ്ങൾ, അനവധി പ്രതികൂലങ്ങൾ, അനവധി പ്രയാസങ്ങളൊക്കെ തന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ആമേൻ ആ പ്രത്യാശയുടെ സ്വീകാര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആമേൻ ആ വാഗ്ദത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തനിക്ക് ലഭിച്ച 72 വയസ്സ് ഈ ഭൂമിയിൽ ജീവിപ്പാനിടയായി തീർന്നു. പ്രിയരെ, ഇന്നത്തെ ലൈവിൽ ഞാനിത് പറയുവാൻ കാരണം ഇന്നലെ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കഴിഞ്ഞില്ല. അതിനുള്ള കാരണമാണ് ഞാൻ ഈ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ആ ഭവനത്തിലായിരുന്നപ്പോൾ ആ പിതാവിന്റെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, ആമേൻ ദൈവദാസന്മാർ, ദേശനിവാസികൾ ഒക്കെ ആമേൻ ആ പിതാവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുവാനിടയായി. ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിപ്പാൻ ദൈവം ആയുസ് കൊടുത്തു, ആരോഗ്യം കൊടുത്തു, ബലം കൊടുത്തു.
ആമേൻ. മക്കളെ കൊടുത്തു, മരുമക്കളെ കൊടുത്തു, കൊച്ചുമക്കളെ കൊടുത്തു. ആമേൻ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ആ ഭവനത്തിലെ മൂത്ത മകളെ വിവാഹം ചെയ്തത് ആമേൻ ഞാൻ ജനിച്ചു വളർന്നതായ സ്വദേശമായ കണ്ണൂർ ജില്ലയിൽ. ആമേൻ. ആ ജില്ലയിലായിരിക്കുന്ന എനിക്ക് അദ്ദേഹത്തിന്റെ ഭവനവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായത് ആമേൻ ഇന്നേക്ക് 2023-26 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ജനിച്ച കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കർത്താവിനെ പ്രസംഗിക്കുന്ന, ആ കർത്താവിനെ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ ആമേൻ എനിക്ക് വേണ്ടി അദ്ദേഹം ആമേൻ ഒരു ജീവിത പങ്കാളിയെ ആമേൻ കണ്ടെത്തുവാൻ ആമേൻ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, ഞാൻ കർത്താവിന് വേണ്ടി നിന്നില്ലായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾക്കുണ്ടാകില്ലായിരുന്നു. പ്രിയരെ, ആമേൻ നമുക്ക് വേണ്ടി ദൈവം ആമേൻ ചിലരെ ഒരുക്കും. വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആ ഭവനത്തിലെ ഇളയ മകളുടെ പേര് ഷീന എന്നാണ്. ആമേൻ. ആ ഷീനയെ വിവാഹം ചെയ്തിരിക്കുന്നത് ആമേൻ എൻ്റെ ഓൺ ബ്രദർ സന്തോഷ് പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ആമേൻ ഭാര്യയുടെ ആമേൻ അതേ മാതാവിൻ്റെ സഹോദരിയുടെ മകനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ മാനുഷികമായി ആമേൻ ബന്ധങ്ങൾ ആമേൻ ഹല്ലേലൂയ ഈ ഭൂമിയിൽ ദൈവം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ആ ഭവനത്തിലെ സന്തോഷം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ആമേൻ, ആ മകൻ വിവാഹം ചെയ്തിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണ്. ആമേൻ. ഞാൻ കർത്താവിന്റെ വേലയിൽ കഴിഞ്ഞ 26 വർഷമായി ആയിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ. അദ്ദേഹത്തിന്റെ വിവാഹം ആമേൻ പ്രപ്പോസൽ വന്നപ്പോൾ ആ വീട്ടുകാർ ആദ്യം വിളിച്ച് ചോദിച്ചത് എന്നോടാ, ആ പെൺകുട്ടി അറിയാമോ, ആ പെൺകുട്ടിയുടെ വീടറിയാമോ? ആമേൻ. ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞു. ഞാൻ പറഞ്ഞു, ആമേൻ, ഞാൻ പാലക്കാട് ജില്ലയിൽ ആദ്യമായി എത്തിയപ്പോൾ എന്നെ ഇൻവൈറ്റ് ചെയ്ത പാലക്കാടിന്റെ ചില സ്ഥലങ്ങളിൽ പരിചയപ്പെടുത്തുവാൻ എന്നോട് കൂടെ സഞ്ചരിച്ചത് ആമേൻ ആ പെൺകുട്ടിയുടെ ആമേൻ അതേ ആ പിതാവിന്റെ ആമേൻ സഹോദരന്റെ മകനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആ സഹോദരിയുടെ സഹോദരനാണ് എന്നെ പാലക്കാടേക്ക് ആദ്യമായി ഇൻവൈറ്റ് ചെയ്തത്. അപ്പോൾ ആ ഭവനവുമായി ഒത്തിരി ബന്ധങ്ങൾ മാനുഷികമായി പറയുവാനുണ്ടെങ്കിലും അതിലുപരി ആമേൻ കാൽവറിയിൽ ചിന്തിയ രക്തം കൊണ്ട് വീണ്ടെടുത്ത ആത്മീയ ബന്ധം. ഹല്ലേലൂയ. അതിവിടം കൊണ്ട് അവസാനിക്കുന്നതല്ല. മാനുഷിക ബന്ധം ഇവിടം കൊണ്ട് തീരുന്നതാ. എന്നാൽ ഇവിടം കൊണ്ട് തീരാത്ത ഒരു നിത്യമായ ബന്ധം ആ കുടുംബത്തിലുള്ളവരുമായി ദൈവം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. വാഗ്ദത്തമുള്ളവനെ കല്ലറി കൊതുക്കുവാൻ കഴിയത്തില്ല. മരണത്തെ പാതാളത്തെ അതിജീവിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ആമേൻ അതേ സ്വർഗോന്നതങ്ങളിലേക്ക് കരേറിപ്പോയ കർത്താവ് പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും മടങ്ങി വരും. ആമേൻ. ആ കാഹളം മുഴങ്ങുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കും. അങ്ങനെ നാം കർത്താവിനെ ആമേൻ മുഖാമുഖമായി കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് കർത്തൃസന്നിധിയിൽ ആമേൻ പ്രിയം വെച്ച് വിശ്രമിക്കുന്ന വാത്സല്യ കുഞ്ഞുമച്ചായനെ കാണാമെന്നുള്ള പ്രത്യാശ ആമേൻ ഉള്ള ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ട ഈ പ്രത്യാശയില്ലാത്ത ആരെങ്കിലും ഇന്ന് രാത്രി ഈ ലൈവിൽ ആമേൻ അതേ പങ്കാളികളാകുന്നുണ്ടെങ്കിൽ, പ്രിയരെ, ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട്, ദൈവം നൽകുന്ന ദർശനത്തെ സ്വീകരിച്ചുകൊണ്ട് ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിപ്പാൻ ആയുസ്സും ആരോഗ്യവും ബലവും സർവശക്തനായ ദൈവം ആമേൻ നമുക്ക് നൽകുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ആ കരങ്ങളെ ഉയർത്തി കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ട്. ആമേൻ. പാലക്കാടിന്റെ മണ്ണിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന സമയത്ത് ആമേൻ ഒരു ഭവനത്തെ ഞാൻ പരിചയപ്പെട്ടു. ആ ഭവനം ആമേൻ പേരുകൾ ആമേൻ വെളിപ്പെടുത്താതെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ കുടുംബത്തിൽ ആമേൻ അതേ ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായി. ആമേൻ ഒരു രാത്രിയിൽ ആ മനുഷ്യൻ മരിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ദൈവാത്മാവ് എനിക്ക് ആ കാര്യം വെളിപ്പെടുത്തി. ഞാൻ ആ ഭവനത്തിൽ ചെന്നു. ഹല്ലേലൂയ. ആമേൻ. അവരുടെ കുടുംബ പ്രശ്നങ്ങൾ ആമേൻ അതെ ഞാൻ ഇടപെട്ടു. ആമേൻ. അന്ന് രാത്രി ആ മനുഷ്യനെ കൊണ്ട് ഞാൻ എൻ്റെ ബൈക്ക് എടുത്ത് ആമേൻ രാത്രിയിൽ തൃശ്ശൂർ ജില്ലയിലേക്ക് പോയി. ഹല്ലേലൂയ. ആമേൻ. അവിടെ നിന്ന് തിരിച്ച് ഞാൻ വരികയാണ്.
ആമേൻ രാത്രി ഏകദേശം 1:30-2 മണിയോളം ആകുന്നു. ഹല്ലേലൂയ. കാരണം ഈ മനുഷ്യൻ മരിക്കണം എന്നുള്ള ചിന്ത ഭരിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുവാൻ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഈ മനുഷ്യനെ കൊണ്ട് ആമേൻ നീ രാത്രി യാത്ര ചെയ്യുക. അങ്ങനെ ഈ മനുഷ്യനെ പുറകിലിരുത്തി ഞാൻ യാത്ര ചെയ്തു. അങ്ങനെ തിരിച്ചു വരുമ്പോ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഈ കുഞ്ഞുമാൻചാന്റെ വീട്ടിലേക്ക് പോകുക. അങ്ങനെ രാത്രി കുഞ്ഞുമാൻചാന്റെ വീട്ടിൽ ഒരു മഴ സമയത്ത് ഞങ്ങൾ ചെല്ലുകയാണ്. ആമേൻ രാവെന്നോ പകലെന്നോ ഇല്ലാതെ ദൈവമക്കൾക്ക് വേണ്ടി ആമേൻ ഡോറ് തുറക്കുന്ന ആ ഭവനത്തിൽ ഞങ്ങൾ ചെന്നപ്പോൾ അവരുണർന്ന് ഞങ്ങളെ സ്വീകരിച്ചു. അന്ന് രാത്രി അവരുമായി ആ വിഷയം ഷെയർ ചെയ്തു. ആമേൻ ഞാൻ ഓർക്കുന്നു, അവരുടെ വീടിന് തൊട്ട് ഒരു ഹോള് ആമേൻ പണിതിട്ടുണ്ട്. ആമേൻ അന്ന് ഞങ്ങൾ അവിടെ ആമേൻ ഇരുന്ന് ശക്തമായി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. കർത്താവേ, ഇദ്ദേഹത്തിന്റെ ആ ഡിപ്രഷനിൽ നിന്ന്, ആത്മഹത്യ ചിന്തയിൽ നിന്ന് ഇദ്ദേഹത്തെ പിന്തിരിപ്പിക്കണമേ. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമേ. ഞാൻ ഓർക്കുന്നു, ആമേൻ അന്ന് ആമേൻ ഞങ്ങൾ തിരിച്ചു വന്ന് അതിരാവിലെ തിരിച്ചു വന്ന് ആ ഭവനത്തിൽ ചെന്ന് അവര് ഇന്ന് ആമേൻ കുടുംബമായി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ആമേൻ അവരുടെ മക്കള് ആമേൻ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നു. പ്രിയരെ, ഒരുവനെ നേടുവാൻ ദൈവം നമ്മെ ഉപയോഗിക്കും. ആമേൻ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇന്നലെ ആമേൻ ഞാൻ ഈ വാത്സല്യ പിതാവിന്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ആമേൻ ആ ഡെഡ് ബോഡി മറവ് ചെയ്യുന്നതിനോടുള്ള ബന്ധത്തിൽ യാത്ര ചെയ്തു പോകുവാൻ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു. കഴിഞ്ഞ 3 ദിവസം മുമ്പ് ആമേൻ ഹല്ലേലൂയ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയുടെ ഒരു സഹോദരന്റെ മുഖം ദൈവം എനിക്ക് കാണിച്ചു തന്നു. ആമേൻ ഇവിടെ ലൈവിൽ ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ശക്തമായി എന്നോട് ഇടപെട്ടു. ആമേൻ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആമേൻ 3 ദിവസം മുമ്പ്, ഹല്ലേലൂയ, ഇന്നലത്തെ 3 ദിവസം മുമ്പ് ആമേൻ ഞാൻ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് അല്പസമയം ഞാൻ പ്രാർത്ഥിച്ചു. ആമേൻ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞില്ല, എൻ്റെ മക്കളോട് പറഞ്ഞില്ല, ഞാൻ ആരോടും പറഞ്ഞില്ല, ഞാൻ പ്രാർത്ഥിച്ചു. ആമേൻ ഇന്നലെ ആമേൻ ഞാൻ യാത്ര ചെയ്തു പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ആ മകനെ വിളിക്കുക. ആമേൻ ഞാൻ വിളിച്ചു. ആമേൻ ഞാൻ പറഞ്ഞു, എനിക്ക് നിന്നോട് അല്പം സമയം സംസാരിക്കണം. ഹല്ലേലൂയ. ആമേൻ ഓക്കെ, അതിന് രാത്രിയിൽ സമയം കണ്ടെത്താം. ഞാൻ പറഞ്ഞു, എനിക്ക് മറ്റൊന്നുമല്ല, ദൈവം എന്നോട് പറയുന്ന കാര്യം പറയണം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആമേൻ ഹല്ലേലൂയ. ഞാൻ ഇന്നലെ രാത്രി ആ ഭവനത്തിൽ എത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ മകനുമായി ഞാൻ സംസാരിക്കുവാൻ വേണ്ടി തയ്യാറാകുകയാണ്. ആമേൻ ആ മകൻ അദ്ദേഹത്തിന്റെ ഫോൺ എടുത്ത് എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, ആമേൻ അളിയ, ആമേൻ കഴിഞ്ഞ 3 ദിവസം മുമ്പ് ആമേൻ എൻ്റെ മൊബൈലിലേക്ക് ഒരു കോള് വന്നു. ആമേൻ ഹല്ലേലൂയ. ആമേൻ പരിചയമില്ലാത്ത കോളാണ്. പ്രൈസ് ദി ലോർഡ്. ആ കോള് ഞാൻ അറ്റൻഡ് ചെയ്തു. ആമേൻ അദ്ദേഹം സംസാരിക്കുന്നത്, ആമേൻ ഞാൻ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ആമേൻ അതെ, ഈ ലോക സംഭവങ്ങൾ നീ കാണുന്നില്ലേ? യുദ്ധങ്ങൾ, യുദ്ധസ്ഥിതികൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ അടിക്കടിയായി വർദ്ധിച്ചിരിക്കുന്നു. ഈ ലോകത്തിന്റെ എൻഡിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ യേശുവിനെ വിശ്വസിക്കുക, യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കുക. ആമേൻ യേശുവിനെ അറിഞ്ഞ് ജീവിക്കുക. ആമേൻ ഹല്ലേലൂയ. അവനൊരു റോമൻ കത്തോലിക്ക ആമേൻ സഭാവിശ്വാസിയാണ്. അവൻ കുടുംബമുണ്ട്, മക്കളുണ്ട്. ആമേൻ അവൻ ഹല്ലേലൂയ അത് ആമേൻ അക്സെപ്റ്റ് ചെയ്യുവാൻ ആമേൻ തയ്യാറാണെങ്കിലും ആമേൻ അത് അതുപോലെ ഉൾക്കൊള്ളുവാൻ പറ്റുന്ന സാഹചര്യമല്ലാത്തത് കൊണ്ട് ആമേൻ അദ്ദേഹം ആമേൻ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കുകയാണ്. ആമേൻ അടുത്ത ദിവസം വീണ്ടും വിളിക്കുകയാണ്. ആമേൻ അതെ, എന്നെ നിർബന്ധിക്കുന്നു. ആമേൻ ഈ ലോകം ആമേൻ അസ്തമിക്കുവാൻ പോകുന്നു, ഈ ലോക രാജ്യം അസ്തമിക്കുവാൻ പോകുന്നു. ആമേൻ അതെ, നിന്നോട് എനിക്ക് സംസാരിക്കണം, എനിക്ക് നിന്റെ വീട്ടിലേക്ക് വരണം. അദ്ദേഹം പറഞ്ഞു, സോറി, എൻ്റെ വീട്ടിലേക്ക് വരാൻ ഒക്കത്തില്ല. ആമേൻ അടുത്ത ദിവസം വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിലാണ്. ആമേൻ അവിടേക്ക് ഞാൻ വരാം. അദ്ദേഹം പറഞ്ഞു, ആമേൻ സോറി, അവിടെയും വരാൻ പറ്റത്തില്ല. അപ്പൊ നിന്റെ ജോലി എവിടെ? അവിടെ വെച്ച് കാണാം. സോറി, അതും പറ്റത്തില്ല. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ആമേൻ അതെ, ഞാൻ ഈ ദിവസങ്ങളിൽ അതിനടുത്ത് വരുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ നീ ആയിരിക്കുന്ന ദേശത്തിന്റെ അടുത്ത് വരുന്നുണ്ട്. ആമേൻ അവിടെ വെച്ച് നമുക്ക് നേരിൽ കാണണം, സംസാരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ അവൻ ആമേൻ അതെ ഒരു വിധത്തിൽ യേശു പറഞ്ഞു അവസാനിപ്പിച്ചു. ആമേൻ വീണ്ടും ആ ദിവസം വിളിക്കുമെന്ന് പറഞ്ഞ ദിവസം ആമേൻ അതെ പല തവണ വിളിച്ചു. ഇവൻ കോൾ എടുക്കാൻ പറ്റിയില്ല. ആമേൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആമേൻ ഞാൻ വിളിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ ഞാൻ വിളിച്ചപ്പോൾ അവൻ കോള് എടുത്തു.
എടുത്തപ്പോൾ ഞാൻ പറയുകയാണ്, ആമേൻ, എനിക്ക് നിന്നെ കാണണം, എനിക്ക് നിന്നോട് സംസാരിക്കണം. ആമേൻ. അവൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ആമേൻ, എന്തോ ദൈവത്തിന് എന്നോട് പറയാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആമേൻ. അളിയ, അതുകൊണ്ടാണ് ഞാൻ വരാൻ പറഞ്ഞത്. അളിയനാണല്ലോ, അല്പസമയം ഒരുമിച്ചിരുന്ന് സംസാരിക്കാമല്ലോ. ആമേൻ. അതേ, ഈ ദിവസങ്ങളിലായിട്ട് ആമേൻ ഞാനൊരു വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ആമേൻ. എന്നെ അറിയാത്ത ആരോ എന്നെ വിളിച്ച് ആമേൻ അതേ സംസാരിക്കുന്നു. ആമേൻ. അതേ, എൻ്റെ ആമേൻ നാട്ടില് ആമേൻ വരുന്നു. ആമേൻ. ഈ ദിവസം നമുക്ക് ഒരുമിച്ച് കാണണം. ആമേൻ. അതെ, ആ സമയത്താണ് അളിയൻ വിളിക്കുന്നത്. ഞാൻ പറയട്ടെ, ഒരുവനെ നേടുവാൻ, ഒരുവനെ രക്ഷിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ അതിനുള്ള മുഖാന്തരങ്ങളെ ദൈവം ഒരുക്കും. ഇന്നലെ രാത്രി ആ ഫോൺ നമ്പർ എന്നെ കാണിച്ചു. ആമേൻ. അളിയൻ നോക്കിക്കേ, എത്രയോ തവണയാണ് ഇന്നത്തെ ദിവസം വിളിച്ചിരിക്കുന്നത്. ഞാൻ അളിയന്റെ കോള് വന്നപ്പോൾ പേടിച്ചു പോയി. കാരണം അളിയൻ പറഞ്ഞിട്ടാണോ അദ്ദേഹം വിളിച്ചത്, ഇനി അദ്ദേഹം പറഞ്ഞിട്ടാണോ അളിയൻ വിളിച്ചത്? ഞാൻ പറഞ്ഞു, ആമേൻ, പരസ്പരം അറിയത്തില്ല, അജ്ഞാതമായ ഒരു കോള്, ആരാണെന്ന് നിനക്ക് അറിയത്തില്ല. ആമേൻ. നീ വിശ്വസിച്ചോ, ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. ഇത് നിന്റെ സമയമാണ്. ആമേൻ. ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. ആമേൻ. നിന്റെ യാത്രയിൽ തിരിവുകൾ സംഭവിക്കുകയാ. ആമേൻ. ദൈവത്തിന് നിന്നെ ഉപയോഗിക്കുവാൻ പദ്ധതിയുണ്ട്. ആമേൻ. രാത്രി ആമേൻ ഞങ്ങൾ ആമേൻ ഇരുന്ന് ദൈവവചനം സംസാരിക്കുവാൻ തുടങ്ങി. ആമേൻ. ഏതാണ്ട് 5:30 മണിയാകുന്നത് വരെ ആമേൻ ഞങ്ങൾ ദൈവവചനം പങ്കിട്ടു. ആമേൻ. ഇന്ന് പകൽ 8 മണിക്ക് ആമേൻ പ്രഭാതത്തില് ആമേൻ അവൻ കുളിച്ച് ഡ്രസ് മാറി ഒരുങ്ങി വന്നു. യേശുവിനെ അവന്റെ മാതാവിന്റെ മുമ്പിൽ വെച്ച് ആമേൻ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാനിടയായി. പ്രിയമുള്ളവരെ, ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയുള്ളതാ. ആമേൻ. നിന്റെ ഉറക്കം ഒരു പക്ഷേ നഷ്ടപ്പെട്ടേക്കാം. ആമേൻ. ചില ദർശനങ്ങൾ നിനക്ക് തന്നേക്കാം, ചില അരുളപ്പാടുകൾ ദൈവം നിനക്ക് തന്നേക്കാം. നിശ്ചയമായും ആമേൻ നിനക്ക് വേണ്ടി ആമേൻ ദൈവം ആമേൻ അതേ വാതിലുകളെ തുറക്കും. ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു പക്ഷേ ദൈവം നിന്നെ അയക്കും. ഹല്ലേലൂയ. യാത്രയിൽ ഇടപെടും. ആമേൻ. ഉറക്കത്തിൽ ദർശനങ്ങൾ തരും. ആമേൻ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ ഈ രാത്രിയിലെ അനുഗ്രഹ ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം അറിയിച്ചുകൊണ്ട് ഈ രാത്രി ആമേൻ ഹല്ലേലൂയ ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ രാത്രി സാധാരണ രാത്രിയല്ല. ആമേൻ. പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ സ്പർശിക്കുന്ന രാത്രിയാ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഈ ലൈവിൽ ചേർന്നത് യാദർശികമല്ല. ദൈവം നിങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്ന രാത്രിയാ. അവൻ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും അടിച്ച് കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാ ജോലികളും മാറ്റിവെക്കൂ, നിങ്ങളുടെ ഹൃദയം തുറക്കൂ, വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കൂ. ഹല്ലേലൂയ. ഇന്നൊരു പാട്ട് മാത്രം പാടാനല്ല, ഒരു പ്രസംഗം മാത്രം കേൾക്കാനല്ല, ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടാനാണ് നാം വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഈ ലൈവിനെ അങ്ങ് ഏറ്റെടുക്കണമേ, ഈ ലൈവിനെ അങ്ങ് നിയന്ത്രിക്കണമേ, ഓരോ വീടിനെയും ആരാധനയിലേക്ക് നയിക്കണമേ, ഓരോ ഹൃദയത്തെയും അങ്ങയുടെ വിശുദ്ധ ആജ്ഞയാൽ നിറയ്ക്കണമേ. വരൂ, നമുക്ക് ഒരു മനസ്സോടെ കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ ഇറങ്ങി വാ. ഒന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവേ ഒന്ന് ഇറങ്ങി വാ. എൻ ഹൃദയം നിറച്ചിടണേ യേശുവേ, എൻ ജീവനാഥാ, എൻ ഉള്ളിൽ വന്ന് വാഴണമേ. നിൻ സ്നേഹം എൻ ആശ്രയം, നിൻ കൃപയേ എൻ ബലമേ. ഇരുളെല്ലാം നീക്കിടുന്ന ലോക വെളിച്ചം നീയല്ലോ. കണ്ണുനീർ നീ തുടച്ചിടും, തകർന്ന ഹൃദയം ചേർത്തിടും. നിൻ നാമത്തിൽ വിടുതലുണ്ട്, നിൻ സാന്നിധ്യം ജീവൻ തന്നെ. ഹല്ലേലൂയ. നിൻ കരങ്ങൾ തൊടുമ്പോൾ ബന്ധനങ്ങൾ അഴിഞ്ഞിടും. നിൻ സ്വരം കേൾക്കുമ്പോൾ ഭയമെല്ലാം മാഞ്ഞിടും. എൻ ആത്മാവിൻ ദാഹമകറ്റാൻ ജീവനദിയായി ഒഴുകണമേ. എൻ ജീവിത യാഗപീഠത്തിൽ
വിശുദ്ധ അഗ്നിയായി ജ്വലിക്കണമേ. നിൻ മഹത്വം കാണുവാനായി എൻ കണ്ണുകൾ തുറക്കണമേ. നിൻ ഹിതത്തിൽ നടക്കുവാനായി എന്റെ കാലുകളെ നയിക്കണമേ. ആ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞിട്ട് ശക്തിയോടെ ഹല്ലേലൂയ. യേശുവേ നീ മതിയേ, ആരാധനേ, എൻ ജീവിതം നിനക്കായി. ഹല്ലേലൂയ. സ്തുതിയും മഹത്വവും. ആമേൻ. രാജാതിരാജനായി. ഹല്ലേലൂയ. യേശുവേ എൻ ശ്വാസമുള്ള നാളേക്ക് നിൻ നാമം ഉയർത്തിയിടും. പരിശുദ്ധാത്മാവേ വീണ്ടും വീണ്ടും എന്നെ നിറച്ചിടണേ. സ്നേഹത്താലും ശക്തിയാലും അതെ നിൻ സാക്ഷിയാക്കി മാറ്റണമേ. ഹല്ലേലൂയ. രാജാവേ നിന്നെ കാണാൻ ഒരുങ്ങിടുമേ. യേശുവേ എൻ സർവസ്വവുമേ നിത്യമായി നിന്നെ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. ജീസസ്. വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവേ ഇറങ്ങിവാ, എൻ ഹൃദയം നിറച്ചിടണേ. യേശുവേ എൻ ജീവനാഥ, എന്നുള്ളിൽ വന്ന് വാഴേണമേ. നിൻ സ്നേഹം ഏതാശ്രയം, നിൻ കൃപയേ എൻ ബലമേ. ഇരുളെല്ലാം നീക്കിടും ലോക വെളിച്ചം നീയല്ലോ. കണ്ണുനീർ നീ തുടച്ചിടും, തകർന്ന ഹൃദയം ചേർത്തിടും. നിൻ നാമത്തിൽ വിടുതലുണ്ട്, നിൻ സാന്നിധ്യം ജീവൻ തന്നെ. നിൻ കരങ്ങൾ തൊടുമ്പോൾ ബന്ധനങ്ങൾ അഴിഞ്ഞിടും. നിൻ സ്വരം കേൾക്കുമ്പോൾ ഭയമെല്ലാം മാഞ്ഞിടും. എൻ ആത്മാവിൻ ദാഹമകറ്റാൻ ജീവനദിയായി ഒഴുകണമേ. എൻ ജീവിതയാഗ പീഠത്തിൽ വിശുദ്ധാഗ്നിയായി ജ്വലിക്കണമേ. നിൻ മഹത്വം കാണുവാനായി എൻ കണ്ണുകൾ തുറക്കണമേ. നിൻ ഹിതത്തിൽ നടക്കുവാനായി എൻ കാലുകളെ നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നീയേ മതിയേ. ആരാധന, ആരാധന. എൻ ജീവിതം നിനക്കായി. സ്തുതിയും മഹത്വവും നിനക്കായി, രാജാധിരാജനായ യേശുവേ. എൻ ശ്വാസമുള്ള നാളൊക്കെയും നിൻ നാമം ഉയർത്തിടുമേ. പരിശുദ്ധാത്മാവേ വീണ്ടും വീണ്ടും എന്നെ നിറച്ചിടണേ. സ്നേഹത്താലും ശക്തിയാലും നിൻ സാക്ഷിയാക്കി മാറ്റണമേ. വീണ്ടും വരും രാജാവേ, നിന്നെ കാണാൻ ഒളുങ്ങിടുമേ. യേശുവേ എൻ സർവസ്വമേ, നിത്യമായി നിന്നെ ആരാധിക്കുമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നീയേ മതിയേ. ഓ
ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. എത്ര പേർക്ക് ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയുന്നുണ്ട്? ആമേൻ. പലരും ആഗ്രഹിച്ചിട്ട് അത് കഴിയാതെ പോകുമ്പോൾ ഇന്ന് രാത്രി കൃപയാൽ ആ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കൃപ ലഭിച്ച ആരെങ്കിലും ഇതിനകത്ത് ആമേൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഇരു കരങ്ങളും അടിച്ച കർത്താവിനെ ഒന്നും കൂടെ ശക്തിയോടെ ആരാധിച്ചാട്ട് അവൻ ആരാധനയ്ക്ക് യോഗ്യൻ. അവൻ സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും യോഗ്യൻ. ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഇന്ന് രാത്രിയിലും ഈ സോഷ്യൽ മീഡിയയിലൂടെ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ആമേൻ ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ് 2023 വ്യാഴാഴ്ച രാത്രി 2026 204 ദിവസം ആമേൻ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാനും ആമേൻ ദൈവത്തെ ആരാധിപ്പാനും ഈ വചനത്തെ പ്രഘോഷിപ്പാനും വിശ്വസ്തനെണ്ണി എന്നെയും കുടുംബത്തെയും നിങ്ങളെയും നമ്മെ നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ലോക രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുകയും വരും ദിനങ്ങളിൽ ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവം നൽകിയ ചിന്ത പങ്കിടട്ടെ. ഭയപ്പെടരുത്, സംസാരിച്ചു കൊണ്ടിരിക്കുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരുടെ മുഖത്ത് നോക്കി ചിരിച്ചോണ്ട് ഒന്ന് കയ്യിൽ തട്ടിയിട്ട് പറഞ്ഞേ, ഭയപ്പെടരുത്, സംസാരിച്ചു കൊണ്ടിരിക്കുക. ആമേൻ. ഒന്ന് ചിരിച്ചോണ്ട് പറഞ്ഞേ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 9-10 വാക്യമാണ് ഇന്ന് രാത്രിയിൽ ഈ ചിന്തയ്ക്ക് ആധാരമായി നാം വായിക്കുന്നത്. ശ്രദ്ധിച്ചാല് രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവിൻ രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ രാത്രിയിൽ നിങ്ങൾ ഈ ലൈവിൽ ചേർന്നത് അവൻ ഒരു യാദൃശ്ചികമല്ല എന്ന് ഈ രാത്രിയിൽ ഞാൻ പറയുക. ദൈവം നിങ്ങളെ ഒരു പ്രത്യേക ശബ്ദം ആമേൻ കേൾപ്പിക്കുവാനാണ്, ഒരു പ്രത്യേക സന്ദേശം കേൾപ്പിക്കാനാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം അപ്പോസ്തല പ്രവൃത്തികൾ പഠിച്ചപ്പോൾ കണ്ടത്, സുവിശേഷം ആമേൻ അതിശക്തിയോടെ മുന്നോട്ട് പോകുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാകും. സ്തോത്രം. ഉണ്ടാകുമെന്നല്ല, ഉണ്ടായി. ഹല്ലേലൂയ. ആമേൻ. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കേ, എതിർപ്പുകൾ ഉണ്ടാകുമെന്നല്ല, ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്നാൽ ദൈവത്തിന്റെ പ്രവർത്തനം ഒരിക്കലും നിന്നില്ല എന്നതാണ്. എത്രമാത്രം പ്രതികൂലങ്ങൾ, എത്രമാത്രം പ്രതിസന്ധികൾ ആമേൻ വിളിയുള്ളവന്റെ മുമ്പിൽ, സമർപ്പണമുള്ളവന്റെ മുമ്പിൽ ആമേൻ അവന്റെ ശുശ്രൂഷയുടെ അവന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിൽ ഉയർന്നു പൊങ്ങിയാലും ഹല്ലേലൂയ ആമേൻ അവിടെ ആമേൻ നിന്നു പോകുവാൻ ദൈവം അവസാനിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിലേക്ക് ഇന്ന് രാത്രി ആമേൻ നാം പ്രവേശിക്കുകയാണ്. ഈ അധ്യായം ക്ഷീണിച്ച ഒരു ദൈവദാസനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു ദൈവ മനുഷ്യനെ കുറിച്ചാണ് ഹല്ലേലൂയ ആമേൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. പുറമേ നോക്കിയാൽ പൗലോസ് ശക്തനായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ അവനും മനുഷ്യനായിരുന്നു. ഇന്ന് രാത്രി നിന്നെ പുറമെ നിന്ന് നോക്കുന്നവർക്ക് അവൻ ഒന്നും മനസ്സിലാകുന്നില്ല. കാരണം വീടുണ്ട്, ജോലിയുണ്ട്,
ആമേൻ, ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. ആമേൻ, പറയുവാനായി പലതുമുണ്ട്. ഹല്ലേലൂയ. നോക്കണമേ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ അവൻ അതേ പുറമെ നിന്ന് നോക്കുന്നവർക്ക് അവൻ ശക്തനാണ്. ആമേൻ, അവൻ മനുഷ്യനായിരിക്കുമ്പോൾ ഹല്ലേലൂയ അവൻ വീട്ടിൽ ഒതുങ്ങിക്കൂടാതെ അവൻ ഒരുപാട് യാത്രകൾ ചെയ്യുന്നവനായിരുന്നു. ഹല്ലേലൂയ. അവന്റെ വിളിയോടുള്ള ബന്ധത്തിൽ, അവന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ദൈവിക പദ്ധതിയുടെ ഭാഗമായി അവൻ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. ആ യാത്രകളിലെല്ലാം വലിയ ശക്തമേറിയ എതിർപ്പുകൾ അവൻ നേരിടേണ്ടി വന്നു. എതിർപ്പുകൾ എന്ന് പറയുമ്പോ വാക്കുകൾ കൊണ്ട് മാത്രമുള്ള എതിർപ്പുകളല്ല. അവന്റെ യാത്രയിലെ എതിർപ്പുകൾ അവന്റെ ശരീരത്തെ മർദ്ദിക്കത്തക്കതായിരുന്നു. ഹല്ലേലൂയ. നോക്കണമേ, ദൈവിക വെളിയുള്ള, ദൈവിക ദർശനമുള്ള, ദൈവിക കാഴ്ചപ്പാടുള്ള ആത്മീയ മനുഷ്യനായ പൗലോസ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ ഭീഷണിയെ ഭയന്ന് ഇരിക്കുന്നവനായിരുന്നില്ല. അവൻ ജീവിതത്തിന്റെ മറ്റ് സമസ്ത മേഖലകളിലുള്ള തിരക്കേറിയ മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ അതെല്ലാം മാറ്റിവെച്ച് ദൈവിക ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ദൈവമേൽപ്പിച്ച ശുശ്രൂഷ നിവർത്തിക്കണമെന്നുള്ള തുടർച്ചയായ യാത്രയുടെ മുമ്പിൽ ശക്തമായ എതിർപ്പുകൾ ഉണ്ടായപ്പോൾ അവന്റെ ശരീരവും ഉപദ്രവിക്കപ്പെട്ടു. അവന്റെ ശരീരം അടിച്ചു തകർത്തു. ഹല്ലേലൂയ. ആമേൻ. മാത്രമല്ല ചില ഒറ്റപ്പെടലുകൾ അവനുണ്ടായി. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അത് മുഖാന്തരം അവന്റെ മനസ്സും അവന്റെ ശരീരവും ക്ഷീണം ബാധിക്കത്തക്ക അവസ്ഥയിലേക്ക് പോയി. ഇന്ന് രാത്രി ഈ ലൈവിലായിരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുകയാണ്, സ്വർഗീയ ദർശനമുള്ള നീ ദൈവിക പദ്ധതിയുടെ ഭാഗമായി ചില യാത്രകൾ ചെയ്യേണ്ടതായി വരുമ്പോ ചില എതിർപ്പുകൾ, ചില മർദ്ദനങ്ങൾ, ചില ഒറ്റപ്പെടലുകൾ ഉണ്ടാകാം. അത് നിന്നെ മുഴുവനായി ക്ഷീണിപ്പിച്ചേക്കാം. പൗലോസ് ഇവയെല്ലാം അനുഭവിച്ചു. അപ്പോൾ ദൈവം അവനോട് ഒരു വാക്ക് പറഞ്ഞു. എന്താ വാക്ക്? നാം വായിച്ചു കേട്ടല്ലോ. ഭയപ്പെടരുത്, സംസാരിച്ചു കൊണ്ടിരിക്കുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ. ദുഷ്ടനെ കുറിച്ചും പാപിയെ കുറിച്ചും പരിഹാസിയെ കുറിച്ചുമല്ല, ഇന്നലെ കണ്ട സീരിയലിനകത്ത്, അല്ലെ ഇന്നലെ കണ്ട സിനിമയ്ക്കകത്ത്, അല്ലെങ്കിൽ ഇന്നലെ വായിച്ച നോവലിനകത്ത് ഉള്ള കാര്യമല്ല. ഹല്ലേലൂയ. ആമേൻ. പൗലോസിനോട് പറഞ്ഞു, നീ പ്രസംഗം തുടരുക. ഇന്ന് ആ വാക്ക് പൗലോസിന് മാത്രമല്ല, നിങ്ങൾക്കും വേണ്ടിയാണ്. ഹല്ലേലൂയ. ഒരുപക്ഷേ നിങ്ങൾ ശുശ്രൂഷയിൽ ക്ഷീണിച്ചിരിക്കാം, ജീവിതത്തിൽ ക്ഷീണിച്ചിരിക്കാം, ജീവിതത്തിൽ തളർന്നിരിക്കാം, പ്രാർത്ഥിച്ചിട്ടും ഉത്തരമില്ലെന്ന് തോന്നുന്നുണ്ടാകാം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇന്ന് ദൈവം അതെ നിങ്ങളോട് പറയുവാനായി തന്നിരിക്കുന്നത്, ഹല്ലേലൂയ, ദൈവം നിങ്ങളോട് ഇടപെടുന്നത്, ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല, പ്രൈസ് ദി ലോർഡ്, ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, ഞാൻ നിന്നെ മറന്നിട്ടില്ല. മനുഷ്യർ വിട്ടുപോയാലും ദൈവം വിട്ടുപോകയില്ല. വാതിലുകൾ അടഞ്ഞാലും ദൈവത്തിന്റെ പദ്ധതി അടയുകയില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കാൻ പോകുന്നു. അവൻ ഹൃദയം തുറക്കൂ, വിശ്വാസത്തോടെ കേൾക്കൂ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കും. വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും അടിച്ച് കർത്താവിനെ സ്തുതിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷീണത്തിനിടയിലും ദൈവം പുതിയ കൂട്ടാളികളെ ഒരുക്കുന്നു. ഇന്ന് രാത്രി ചില ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, നീ ആയിരിക്കുന്ന ക്ഷീണത്തിനിടയിലും ദൈവം പുതിയ കൂട്ടാളികളെ ഒരുക്കുന്നു. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 8
വരെയുള്ള വേദഭാഗങ്ങൾ ആമേൻ നിങ്ങൾ എടുത്ത് വായിക്കണം. ആമേൻ ഇപ്പോൾ ഹല്ലേലൂയ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, പിന്നീട് നിങ്ങൾ വായിക്കുക. പ്രിയ ദൈവമക്കളെ, അപ്പോസ്തല പ്രവൃത്തികൾ 18 ആരംഭിക്കുന്നത് വളരെ ലളിതമായ ഒരു സംഭവത്തോടെയാണ്. പൗലോസ് അഥേന വിട്ട് കൊരിന്തിലെത്തി. പക്ഷെ ദൈവം അവിടെ അവന് വേണ്ടി ഒരു കുടുംബത്തെ ഒരുക്കിയിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അക്വിലയും പ്രിസ്കില്ലയും, ഹല്ലേലൂയ. ഇത് യാദർശികമല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഇത് ദൈവത്തിന്റെ നടത്തിപ്പായിരുന്നു. ഹല്ലേലൂയ, ആമേൻ. ദൈവം ശരിയായ സമയത്ത് ശരിയായ ആളുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര പേർക്ക് അനുഭവം ഉണ്ട്? ആമേൻ. അനുഭവമില്ലാത്തവർക്ക് ഈ ഒരു അനുഭവം ഉണ്ടാകാൻ പോകുക. ആമേൻ. നാം ചിലപ്പോൾ പറയും എനിക്ക് ആരുമില്ല, എന്നാൽ ദൈവം പറയുന്നു ഞാൻ ഒരുക്കിയവരുണ്ട്. ഓ ശരഗമ ശബ്ദരാധന ദീഗൽ കമനഗദരഗസി. വിശ്വസിക്കുന്നവർ ഇരു കരവും അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ജീവിതത്തിന്റെ ഏതോ സമയത്ത് നീ ക്ഷീണിച്ച് നീ ഒറ്റപ്പെട്ടിരിക്കേണ്ടി വന്നപ്പോൾ നീയും പറഞ്ഞില്ലേ എനിക്കും ആരുമില്ല. എന്നാൽ ദൈവം പറയുന്നു ഞാൻ ഒരുക്കിയവർ ഉണ്ട്. പൗലോസിന് സുഹൃത്തുക്കളെ ആവശ്യമുണ്ടായപ്പോൾ ദൈവം അക്വിലയെയും പ്രിസ്കില്ലയെയും നൽകി. നിങ്ങൾക്ക് ആവശ്യമുള്ള സഹായം ദൈവം അറിയുന്നു. നിങ്ങൾ പറയുന്നതിന് മുമ്പേ അവൻ ഒരുക്കങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ഓ കലമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. പൗലോസ് ജോലി ചെയ്യാൻ ലജ്ജിച്ചില്ല. പൗലോസ് കൂടാരമുണ്ടാക്കുന്ന ജോലി ചെയ്തു. അവൻ ശുശ്രൂഷകനായിരുന്നെങ്കിലും അധ്വാനിക്കാൻ മടിച്ചില്ല. അയ്യോ ഞാൻ പാസ്റ്ററാണ്, ആമേൻ, അതുകൊണ്ട് ഞാന് ആമേൻ മറ്റൊരു കാര്യവും ചെയ്യാൻ ഓക്കെ ആമേൻ ആയിക്കോട്ടെ. പക്ഷെ പൗലോസ് ആമേൻ ഹല്ലേലൂയ ആമേൻ ജോലി ചെയ്യാൻ എന്ത് ചെയ്തില്ല? ലജ്ജിച്ചില്ല. അടുക്കളയില് പാത്രം കഴുകാൻ ലജ്ജിക്കണോ? ശ്രോത്രം. അടുക്കളയില് പച്ചക്കറി മുറിക്കാൻ ആമേൻ ലജ്ജിക്കണോ? അടുക്കളയിൽ ആഹാരം ഉണ്ടാക്കാൻ ലജ്ജിക്കണോ? ഇല്ല, ഞാൻ പാസ്റ്ററാണ്, ആമേൻ, എനിക്ക് പ്രസംഗിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, എനിക്ക് ആരാധന ലീഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ, ആമേൻ. ബാത്റൂം കഴുകുന്നതിൽ ലജ്ജിക്കണോ? ആമേൻ. സ്വന്തം വീട്ടിൽ കേട്ടോ. ഹല്ലേലൂയ, ആമേൻ. ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ആമേൻ നാം ലജ്ജിക്കേണ്ടതില്ല. പൗലോസ് കൂടാരമുണ്ടാക്കുന്ന ജോലി ചെയ്തു. അവൻ ശുശ്രൂഷകനായിരുന്നെങ്കിലും അധ്വാനിക്കാൻ മടിച്ചില്ല. ഇവിടെ വലിയൊരു ആത്മീയ പാഠമുണ്ട് പ്രിയമുള്ളവരെ. ദൈവത്തെ സേവിക്കുന്നവർ വിനയമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ശുശ്രൂഷ ഒരിക്കലും അഹങ്കാരത്തിനുള്ള വേദിയല്ല. ക്രിസ്തുവിനെ പോലെ സേവിക്കുന്ന ജീവിതമാണ് യഥാർത്ഥ ശുശ്രൂഷ. ആമേൻ. എല്ലാ ശബത്തിലും ആമേൻ അവൻ വചനം പ്രസംഗിച്ചു. ആമേൻ. പൗലോസിനെ കുറിച്ചാ പറയുന്നേ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിലെ കാര്യമാണ്. ഹല്ലേലൂയ. ക്ഷീണമുണ്ടായിട്ടും ജോലി ഉണ്ടായിട്ടും എതിർപ്പുണ്ടായിട്ടും പൗലോസ് ദൈവമേൽപ്പിച്ച പ്രസംഗം നിർത്തിയില്ല. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ചില ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. ആമേൻ. വീട്ടിൽ വിരുന്നുകാര് കൂടി, അടുക്കളയിൽ ഇച്ചിരി ജോലി കൂടി, ആമേൻ, വന്നവർക്ക് ഉടുക്കാനും പുതയ്ക്കാനും ഒക്കെ കൊടുത്ത തുണി വാഷ് ചെയ്യാൻ അധികമായി. ഹല്ലേലൂയ. ആമേൻ. വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി ക്ഷീണിച്ചു. ആമേൻ. എനിക്കിന്ന് ക്ഷീണമാണ്, എനിക്കിന്ന് ജോലിയാണ്. ആമേൻ. വന്നവര് പലരും എന്നോട് എതിർത്തു. അതുകൊണ്ട് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇന്ന് ഞാൻ ആരാധിക്കുന്നില്ല, ഇന്ന് ഞാൻ ദൈവിക കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല. ഇങ്ങനെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ചെറിയ എതിർപ്പ് വന്നാൽ ചിലർ ശുശ്രൂഷ നിർത്തുന്നു, ചില
ചെറിയ വിമർശനം വന്നാൽ നിന്റെ പ്രാർത്ഥന പോലും നിർത്തുന്നു. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു, വിളിച്ചത് മനുഷ്യരല്ല. ആരാ? പൗലോസ്. ആമേൻ. പൗലോസിനൊരു കാര്യം മനസ്സിലായി. ആമേൻ. അതെ, എന്നെ വിളിച്ചത് മനുഷ്യരല്ല, ദൈവമാണ്. അതുകൊണ്ട് അവൻ മുന്നോട്ട് പോയി. ഇന്ന് രാത്രി അവൻ ക്ഷീണിച്ചിരിക്കുന്ന ചിലരെ ദൈവാത്മാവ് എഴുന്നേൽപ്പിച്ച് മുമ്പോട്ട് അയക്കുന്ന രാത്രിയാണ്. എതിർപ്പുകൾ വന്നപ്പോൾ യഹൂദന്മാർ വീണ്ടും എതിർത്തു. അവർ ദൈവവചനത്തെ നിരസിച്ചു. അപ്പോൾ പൗലോസ് പറഞ്ഞു, ആമേൻ, ഇനി ഞാൻ ജാതികളുടെ അടുക്കലേക്ക് പോകും. സുവിശേഷത്തെ ആരും ബന്ധിക്കാനാവില്ല. ഒരു വാതിൽ അടഞ്ഞാൽ അവൻ ദൈവം മറ്റൊരു വാതിൽ തുറക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവർ ആ കരമുയർത്തി കർത്താവിനെ സ്തുതിക്ക്. അവൻ ഒരു ആമേൻ ടൈപ്പ് ചെയ്യും. അവൻ നിന്റെ കൂടപ്പുറപ്പിന് ഈ ലൈവ് ഷെയർ ചെയ്ത് കൊടുക്കുക. ആമേൻ. ഹല്ലേലൂയ. അവൻ നിന്റെ ആ അക്കൗണ്ടിനകത്ത് ഇത് ഷെയർ ചെയ്തിട്. ഹല്ലേലൂയ. ക്ഷീണിച്ചിരിക്കുന്ന ചിലര് ഇന്ന് രാത്രി ശക്തിപ്പെടാൻ പോകുകയാണ്. അവൻ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന ചിലര് അവൻ മാനസാന്തരപ്പെടുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. പ്രിയ സഹോദര, നിങ്ങൾ ക്ഷീണിച്ചിരിക്കുക. പ്രിയ സഹോദരി, നിങ്ങൾ ക്ഷീണിച്ചിരിക്കുക. പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ കുഞ്ഞേ, പ്രിയ ശുശ്രൂഷക, പ്രിയ അഭിഷക്തനെ, പ്രിയ നേതാവേ, നീ ക്ഷീണിച്ചിരിക്കുക, ഒറ്റപ്പെട്ടിരിക്കുക. എന്നാൽ ഓർക്കുക, ദൈവം നിങ്ങളെ ഒറ്റയ്ക്ക് ഒരിക്കലും വിടുകയില്ല. നിങ്ങൾക്കാവശ്യമായ സഹായവും ശരിയായ ആളുകളും ശരിയായ ബന്ധങ്ങളും ശരിയായ സമയവും അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ശുശ്രൂഷ നിർത്തരുത്, പ്രാർത്ഥന നിർത്തരുത്, വിശ്വാസം കൈവിടരുത്. കാരണം നിങ്ങളുടെ പിന്നിൽ നടക്കുന്ന ദൈവം നിങ്ങളുടെ മുന്നിലും വഴിയൊരുക്കുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവർ സ്വീകരിച്ചോ, യേശുവിന്റെ നാമത്തിൽ പ്രതികരിച്ചോ. സ്വർഗം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ആമേൻ നടക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ മുന്നിൽ വഴിയൊരുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ക്ഷീണം ദൈവത്തിന്റെ പ്രവർത്തനത്തിന് തടസ്സമല്ല. ആമേൻ. നിങ്ങളുടെ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി പൂർണ്ണമാകുന്നത്. ഹല്ലേലൂയ. അടുത്ത ഭാഗത്തിൽ നാം കാണാൻ പോകുന്നത്, ഹല്ലേലൂയ, ആമേൻ, ഭയപ്പെടരുത്, സംസാരിച്ചു കൊണ്ടിരിക്കുക. ആമേൻ. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ ആമേൻ ആശ്വാസ വചനം ആമേൻ പൗലോസിന്റെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിച്ചുവോ അതുപോലെ ഇന്ന് രാത്രി ഈ വചനം ശ്രവിക്കുന്ന നിന്നെയും നിന്റെ തലമുറകളെയും നിന്റെ ദേശത്തെയും നിന്റെ രാജ്യത്തെയും മാറ്റിമറിക്കുവാൻ ദൈവം ശക്തനാ. ഹല്ലേലൂയ. ആമേൻ. പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 9 മുതൽ 17 വരെയുള്ള ഭാഗമായി ഇനി നാം ചിന്തിക്കാൻ പോകുന്നേ. ആമേൻ. അതിന്റെ 9-10 വാക്യം വായിക്കാം. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതെ ഇരിക്കരുത്. ഇപ്പൊ രാത്രിയിലെ പണിയുടെ ക്ഷീണവും കുടുംബത്തിലെ പ്രാരാബ്ദവും ഒക്കെ കാരണം കിടന്നുറങ്ങിയാലും ദൈവം തൊട്ടുണർത്തും. ഹല്ലേലൂയ. ആമേൻ. ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. എല്ലാവരും കിടന്നുറങ്ങുന്നത് പോലെ നിനക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കിടന്നുറങ്ങാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ട് അടുത്ത ദിവസം ജോലിക്ക് പോകാൻ ക്ഷീണമാ എന്ന് പറഞ്ഞ് ഇരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ നീ ജോലിക്ക് പോകും, നീ രാത്രി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും, നിന്നിലൂടെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും അടിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പൗലോസ് വലിയ അപ്പോസ്തലനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അത്ഭുതങ്ങൾ ചെയ്യുന്നവനായിരുന്നു. ആമേൻ. മരിച്ചവരെ ഉയർപ്പിച്ചവനായിരുന്നു. സഭകൾ സ്ഥാപിച്ചവനായിരുന്നു. എന്നാൽ അവനും ഒരു മനുഷ്യനായിരുന്നു.
ഹല്ലേലൂയ. എന്നാൽ അവനും ഒരു മനുഷ്യനായിരുന്നു. അവൻ ക്ഷീണിച്ചു, അവൻ ഭയപ്പെട്ടു, അവനും നിരാശയുടെ നിമിഷങ്ങളിലൂടെ കടന്നുപോയി. ഇന്ന് രാത്രി ക്ഷീണിച്ചവരുണ്ടോ? ഭയപ്പെടുന്നവരുണ്ടോ? നിരാശയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടോ? അപ്പോഴാണ് കർത്താവ് രാത്രി അവനോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഓ, ഉപവാസ പ്രാർത്ഥനയിലോ കൺവെൻഷനിലോ ഒന്നും ഇരുന്നപ്പോഴല്ല, അവൻ മനുഷ്യനായിരുന്നു. അവൻ ക്ഷീണിച്ച്, അവൻ ഭയപ്പെട്ട്, അവൻ നിരാശയിലൂടെ അവൻ കടന്നു പോകുന്ന രാത്രിയിലായിരുന്നു ദൈവം അവനോട് സംസാരിച്ചത്. എന്താ സംസാരിച്ചത്? ഭയപ്പെടരുത്. ഹല്ലേലൂയ. ഈ ഒരു വാക്ക് മാത്രം മതിയായിരുന്നു. കാരണം അത് മനുഷ്യന്റെ വാക്കല്ല, ദൈവത്തിന്റെ വാക്കായിരുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ബൈബിളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന കൽപ്പനകളിൽ ഒന്നാണ് ഭയപ്പെടരുത്. അടുത്തിരിക്കുന്നവർ തൊട്ട് ഒന്ന് പറ, ആമേൻ, ഭയപ്പെടരുത്. ഹല്ലേലൂയ. പറഞ്ഞേ, ഭയപ്പെടരുത്. എന്തുകൊണ്ടാ? കാരണം ഭയം വിശ്വാസത്തെ ദുർബലമാക്കുന്നു. ഹല്ലേലൂയ. ഭയം പ്രാർത്ഥനയെ മൗനമാക്കുന്നു. ഭയം ശുശ്രൂഷയെ നിർത്തുന്നു. ഭയം ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് നമ്മെ പിന്നോട്ട് വലിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പലരും ഭയത്തിലാണ് ജീവിക്കുന്നത്. എന്തൊക്കെ ഭയമാണെന്നറിയോ? ആമേൻ. രോഗത്തെ കുറിച്ചുള്ള ഭയം. ആമേൻ. ഈ രോഗം എന്നെ കൊണ്ടേ പോകത്തുള്ളൂ. നിങ്ങൾ നെഗറ്റീവ് പറയരുത്. ഹല്ലേലൂയ. ആമേൻ. ഈ രോഗം വന്നത് എനിക്ക് ഗുണമായി. ഹല്ലേലൂയ. ഹിസ്കിയ രാജാവിന് രോഗം വന്നപ്പോ അവൻ ചുമരിനോട് നേരെ തിരിഞ്ഞ് മുഖം തിരിച്ച് കരയാൻ തുടങ്ങി. അവനങ്ങ് നിലവിളിക്കാൻ തുടങ്ങി. അവനങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രവചനം പറഞ്ഞ് ഇറങ്ങിപ്പോയ പ്രവാചകനെ ദൈവം തിരിച്ചു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നിന്റെ കണ്ണുനീരും നിന്റെ പ്രാർത്ഥനയും ദൈവം കേട്ടു. നിന്റെ ആയുസ്സിനെ 15 സംവത്സരം കൂടെ നീട്ടി തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോ രോഗത്തെ കുറിച്ചുള്ള ഭയം, ഭാവിയെ കുറിച്ചുള്ള ഭയം, സാമ്പത്തിക ഭയം, മക്കളെ കുറിച്ചുള്ള ഭയം, മരണ ഭയം. ഹല്ലേലൂയ. ഇതിലേതെങ്കിലും ഇന്ന് രാത്രി നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ? എന്നാൽ യേശു ക്രിസ്തു ഇന്നും പറയുന്നു, ഭയപ്പെടരുത്, സംസാരിച്ചു കൊണ്ടിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. പറയണം, ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല. എന്റെ ദൈവത്താൽ സകലതും സാധ്യം. അവിടുത്തെ വചനം അയച്ച് ദൈവം എന്നെ സൗഖ്യമാക്കും. ജീവനോട് ഇരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിപ്പാൻ ദൈവം എന്നെ ഇടയാക്കും. എന്നോടുള്ള വാഗ്ദത്തം ദൈവം നിവൃത്തിയാക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അല്ലാതെ വീട്ടിലുള്ളവരോട് ആമേൻ എങ്ങനെ നടക്കും, എന്താകും, ഹല്ലേലൂയ, ഇങ്ങനെ നെഗറ്റീവായതൊന്നും പറയാതെ പോസിറ്റീവായത് എന്ന് വെച്ചാ കേൾക്കുന്നവർക്ക് കൃപമേൽ കൃപ ലഭിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് പൗലോസിനോട് പറഞ്ഞത് രണ്ടാമത്തെ വാക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുക. ഒന്നാമത്തെ വാക്ക് ഭയപ്പെടരുത്, രണ്ടാമത്തെ വാക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുക. അതിനർത്ഥം സുവിശേഷം നിർത്തരുത്, സാക്ഷ്യം പറയുന്നത് നിർത്തരുത്, പ്രാർത്ഥിക്കുന്നത് നിർത്തരുത്, ദൈവ വചനം പ്രസംഗിക്കുന്നത് നിർത്തരുത്. ആമേൻ. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് പറയാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എൻ്റെ പ്രസംഗം നിർത്തിക്കാൻ, കൂട്ടിക്കെട്ടിക്കാൻ, എന്നെ പരസ്യ കോലമാക്കാൻ, എന്നെ നാടിനും വീടിനും വീട്ടാർക്കും ദൈവത്തിനും വേണ്ടാത്ത ഒരു ഹീന പാത്രമാക്കി മാറ്റാം. എന്റെ മനസ്സിനെ ക്ഷീണിപ്പിച്ച് എന്നെ രോഗിയാക്കി, എന്റെ കുടുംബത്തെ തകർത്ത്, എന്റെ തലമുറയെ തകർത്ത്, ഞാൻ ഈ വിശ്വാസത്തിൽ നിലനിൽക്കാതിരിക്കുവാൻ പല വിധത്തിൽ പ്രതിയോഗി കേറി വന്നപ്പോൾ ഹല്ലേലൂയ എന്നെ ശക്തീകരിച്ച ആത്മാവിന്റെ സാന്നിധ്യം
ആമേൻ, ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവൻ. ഹല്ലേലൂയ, ആമേൻ. പ്രസംഗം നിർത്തിക്കാൻ നോക്കി, പ്രാർത്ഥന നിർത്താൻ നോക്കി, സാക്ഷ്യം ഇല്ലാതാക്കാൻ നോക്കി, ദൈവവചനം പ്രസംഗിക്കുന്നത് നിർത്താൻ നോക്കി. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേൻ, അതെ, കേരളത്തിന്റെ 14 ജില്ലകളിലും തെരുവുകളിൽ, ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ പരസ്യമായി നിന്ന് പ്രാർത്ഥിക്കുവാൻ, സാക്ഷ്യം പറയുവാൻ, യേശുവിനെ പ്രസംഗിക്കുവാൻ, ഹല്ലേലൂയ, തടയുന്നോരും ഭീഷണിപ്പെടുത്തുന്നോരും ഒതുക്കാൻ നോക്കുന്നോരും നിന്റെ അതിരുകൾ വിശാലമാകത്തക്ക വിധത്തിൽ നിനക്ക് വേണ്ടി ബന്ധങ്ങളെ ഒരുക്കുന്ന ദൈവമുണ്ട്. നിനക്ക് വേണ്ടി വഴികളെ തുറക്കുന്ന ദൈവമുണ്ട്. അനുഭവത്തിൽ നിന്നാ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. നിർത്തരുത്, പ്രാർത്ഥന നിർത്തരുത്, പ്രസംഗിക്കുന്നത് നിർത്തരുത്, സാക്ഷ്യം പറയുന്നത് നിർത്തരുത്, സുവിശേഷം പറയുന്നത് നിർത്തരുത്. ഹല്ലേലൂയ. ഈ സാത്താന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയോ? ആമേൻ. വിശ്വാസി മിണ്ടാതിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. ലോകകാര്യം പറയാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, അതല്ല. ആമേൻ. വിശ്വാസി മിണ്ടാതിരിക്കണം. കാരണം മിണ്ടാത്ത സഭ, പ്രസംഗിക്കാത്ത സഭ, പ്രാർത്ഥിക്കാത്ത സഭ ലോകത്തെ മാറ്റുകയില്ല. നിന്റെ വീട്ടില് നിന്റെ ഭാര്യയോട് നീ വചനം പറയണം. ഹല്ലേലൂയ. സ്തോത്രം. ആത്മീയ കാര്യങ്ങൾ ഷെയർ ചെയ്യണം. അത് നടക്കാത്ത വീടാ മിണ്ടാത്ത വീട്. അല്ലാതെ സുഖമാണോ, കഴിച്ചോ, എന്തോ ഉണ്ട്, ഇത് ലോകമക്കൾ ചെയ്യുന്ന കാര്യമാണ്. ലോക മക്കൾ ചെയ്യാത്ത ഒരു കാര്യമാണ് ഭാര്യയും ഭർത്താവും പരസ്പരം വചനം പറയുക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക. ഇതില്ലാതാക്കിയാൽ സാത്താൻ ജയിച്ചു. ലോകകാര്യം പറഞ്ഞ് കഴിച്ചോ എടുത്തോ, എന്തേ വിളിച്ചില്ല, അന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞു, അന്നത്തെ പ്രസംഗം കഴിഞ്ഞു, അന്ന് അടിയുണ്ടാക്കി കിടന്നു, സാത്താൻ ജയിച്ചു. നിങ്ങളിന്ന് കഴിച്ചോ എന്ന് ചോദിച്ചതിനേക്കാൾ ഉപരി, ഞാൻ വിളിച്ചിട്ട് എന്തേ എടുത്തില്ല എന്ന് ചോദിക്കുന്നതിനേക്കാൾ ഉപരി, ഇന്ന് ദൈവശബ്ദം കേട്ടോ, ബൈബിൾ വായിച്ചു എന്ന് ചോദിക്കുന്നതിനേക്കാൾ ഉപരി ഇന്ന് ദൈവം എന്നോട് സംസാരിച്ചു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ വചനം വായിച്ചു. നിങ്ങളോ? ഹല്ലേലൂയ. ഇതിനിടയിൽ കഴിക്കാൻ സമയം കിട്ടിയില്ല, ഇതിനിടയിൽ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല, ഇതിനിടയിൽ നീ വിളിച്ചപ്പോൾ എടുക്കാനും പറ്റിയില്ല. അതുകൊണ്ട് കോപിക്കേണ്ട. ആമേൻ. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അയലക്കാരെ വിളിച്ച്, ആമേൻ, അവിടുത്തെ ഇവിടുത്തെ കുറ്റവും കുറവും പറയാതെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ മക്കളെ കുറിച്ച് ദൈവം എന്നോട് ഇന്നത് പറഞ്ഞു. അപ്പോ അവര് പറയും, ആമേൻ, അത് എനിക്കിന്ന വിഷയമുണ്ട്, ഞാൻ ഇന്ന ഭാരത്തിലാണ്, എൻ്റെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി ചില തിരുവുകൾ സംഭവിക്കുക. ഹല്ലേലൂയ. രക്ഷയുടെ സന്ദേശം പങ്കുവെക്കും. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇതാണ് ഏറ്റവും വലിയ വാഗ്ദത്തം. കർത്താവ് പറഞ്ഞില്ല, ഞാൻ നിനക്ക് ധാരാളം പണം തരാം. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ കൂടെ കൂടാൻ ഒത്തിരി പേരുണ്ടായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും ഉടൻ തീർക്കാമെന്ന് പറഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞത്? ഞാൻ നിന്നോട് കൂടെയുണ്ട്. സഹോദര, സഹോദരി, പ്രിയ സഹോദര, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അവൻ പരിഹരിച്ചോളും. ഹല്ലേലൂയ. പ്രിയ സഹോദരി, പ്രിയ സഹോദര, പ്രിയ കുഞ്ഞെ, പ്രിയ അഭിഷക്തരെ, ദൈവ സാന്നിധ്യത്തെക്കാൾ വലിയ അനുഗ്രഹമില്ല. ദൈവം കൂടെയുണ്ടെങ്കിൽ മരുഭൂമിയും അനുഗ്രഹമാകും, തടവറയും ആരാധന ആലയമാകും, കൊടുങ്കാറ്റും സാക്ഷ്യമായി മാറും. ഹല്ലേലൂയ. ആമേൻ. ഈ നഗരത്തിൽ എനിക്ക് അനേകം ജനമുണ്ട്. പൗലോസ് കരുതിയത് ഇവിടെ ആരും കേൾക്കില്ല. പക്ഷേ ദൈവം പറഞ്ഞു, ഈ നഗരത്തിൽ എനിക്ക് അനേകം ജനമുണ്ട്. നമുക്ക് കാണാൻ കഴിയാത്ത പല കാര്യങ്ങളും
ദൈവം കാണുന്നു. നീ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്നിടത്ത് ദൈവം ആമേൻ അതേ വിളവിനെ കാണുന്നു. അതുകൊണ്ട് ശുശ്രൂഷയിൽ ഒരിക്കലും നിരാശപ്പെടരുത്. നിങ്ങളുടെ പ്രാർത്ഥന വെറുതെയല്ല, നിങ്ങളുടെ കണ്ണുനീർ വെറുതെയല്ല, നിങ്ങളുടെ സാക്ഷ്യം വെറുതെയല്ല. ഈ രാത്രി നിങ്ങൾക്ക് ദൈവം 3 വാക്കുകൾ നൽകുന്നു. ഒന്ന്, ഭയപ്പെടരുത്, സംസാരിച്ചു കൊണ്ടിരിക്കുക. ആമേൻ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ 3 വാഗ്ദത്തം ആമേൻ മുറുകെ പിടിക്കുക. ഭയപ്പെടരുത്, സംസാരിച്ചു കൊണ്ടിരിക്കുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ 3 വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ചാൽ നിനക്കൊരു ആമേൻ നിങ്ങൾക്ക് ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കുവാനാകില്ല, നിങ്ങളെ പരാജയപ്പെടുത്തുവാനാകില്ല. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ശക്തിയല്ല, ദൈവത്തിന്റെ സാന്നിധ്യമാണ് നിങ്ങളുടെ വിജയം. അതുകൊണ്ട് കരയരുത്, ഭയപ്പെടരുത്, ആമേൻ അതേ ഭയപ്പെടരുത്, പിന്നോട്ട് പോകരുത്. യേശു ക്രിസ്തു നിങ്ങളോട് കൂടെയുണ്ട്. അവൻ നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നു, അവൻ നിങ്ങളുടെ പിന്നിൽ കാവലായി നിൽക്കുന്നു. അവന്റെ കൈകളിൽ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാണ്. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്ന ദൈവജനം 2 കരവും അടിച്ച് കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇനി നാം ചിന്തിക്കുവാൻ പോകുന്നത് ഹല്ലേലൂയ സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 18-ാം അധ്യായം 18-ാം വാക്യം മുതൽ 28-ാം വാക്യം വരെ. ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം ഉപയോഗിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരെയാണ്. അടുത്തിരിക്കുന്നവരെ ഒന്ന് തൊട്ട് ഉണർത്തിയിട്ട് പറ, ദൈവം ഉപയോഗിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരെയാണ്. അലസന്മാരെ മടിയന്മാരെയല്ല. സ്തോത്രം. ഏത് സമയം ഉറക്കം തൂങ്ങിയിരിക്കുന്നവരെയല്ല. ആമേൻ. ഹല്ലേലൂയ. ദൈവം ഉണർത്തി നമ്മെ ചിലത് പഠിപ്പിക്കും. ഹല്ലേലൂയ. അപ്പൊല്ലോസിന്റെയും അക്വിലയുടെയും പ്രിസ്കില്ലയുടെയും ജീവിതത്തിൽ നിന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആമേൻ ചില കാര്യങ്ങൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ആമേൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. വായിച്ചാട്ടെ. പൗലോസ് പിന്നെയും കുറെ നാൾ പാർത്ത ശേഷം സഹോദരന്മാരോട് യാത്ര പറഞ്ഞിട്ട് തനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ആമേൻ, സമയം ലാഭിക്കാനായിട്ട് വായിപ്പിക്കുന്നില്ല. നിങ്ങൾ അധ്യായം മുഴുവൻ വായിക്കണം. അപ്പോൾ ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 18-ന്റെ അവസാന ഭാഗത്ത് നാം ഒരു പുതിയ വ്യക്തിയെ കാണുന്നു. അവന്റെ പേര് അപ്പൊല്ലോസ്. വിശുദ്ധ വേദപുസ്തകം അല്ലെങ്കിൽ ബൈബിൾ അവനെ കുറിച്ച് വളരെ മനോഹരമായ ഒരു സാക്ഷ്യം നൽകുന്നു. അവൻ വാഗ്മിയായിരുന്നു, തിരുവെഴുത്തുകളിൽ പ്രാവണ്യമുള്ളവനായിരുന്നു, കർത്താവിന്റെ വഴിയിൽ ഉപദേശിക്കപ്പെട്ടവനായിരുന്നു. ഹല്ലേലൂയ. ആത്മാവിന്റെ ആവേശത്തോടെ സംസാരിച്ചവനായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അവന് ഇപ്പോഴും എല്ലാം അറിയില്ലായിരുന്നു. അറിവുണ്ടായിട്ടും വളരാനുള്ള മനസ്സ് വേണം. എനിക്കെല്ലാം അറിയാം, എന്നോട് ആരും ഒന്നും പറയണ്ട എന്നുള്ള അഹങ്കാരത്തിന്റെ വാക്കുകളോ ചിന്തകളോ ആയിരുന്നില്ല അപ്പൊല്ലോസിന്റെ. വളരാനുള്ള മനസ്സ്. ഹല്ലേലൂയ. അപ്പൊല്ലോസിന് കഴിവുണ്ടായിരുന്നു, വചന പരിജ്ഞാനമുണ്ടായിരുന്നു, പക്ഷേ അവൻ പഠിക്കാൻ തയ്യാറായിരുന്നു. അക്വിലയും പ്രിസ്കില്ലയും അവനെ വിളിച്ച ദൈവത്തിന്റെ വഴി കൂടുതലായി വ്യക്തമായി പഠിപ്പിച്ചു. ശ്രദ്ധിക്കൂ, അവൻ പറഞ്ഞു എനിക്കെല്ലാം അറിയാം എന്നല്ല, അവൻ കേട്ടു പഠിച്ചു വളർന്നു. അതുകൊണ്ടാണ് ദൈവം പിന്നീട് അവനെ ശക്തമായി ഉപയോഗിച്ചത്. ഹല്ലേലൂയ. വിനയമില്ലാത്ത അറിവ്,
അപകടകരമാണ്. ഇന്ന് പലരും പറയുന്നു, എനിക്ക് ആരുടെയും ഉപദേശം വേണ്ട, എനിക്കെല്ലാം അറിയാം. പ്രിയരെ, അതാണ് ആത്മീയ വളർച്ചയുടെ ഏറ്റവും വലിയ തടസ്സം. ദൈവം അഭിമാനികളെ എതിർക്കുന്നു, വിനയമുള്ളവർക്ക് കൃപ നൽകുന്നു. സ്തോത്രം. പഠിക്കുന്നത് നിർത്തുന്ന ദിവസം ആത്മീയ വളർച്ചയിൽ നിൽക്കും. ദൈവം ഒരാളിലൂടെ മറ്റൊരാളെ വളർത്തുന്നു. അക്കുല്യയും പ്രിസ്കുല്യയും വലിയ വേദികളിൽ പ്രസംഗിച്ചവരായിരുന്നില്ല, പക്ഷേ അവർ ഒരാളെ വളർത്തി. അവർ അപ്പല്ലോസിനെയും ഹല്ലേലൂയ ശരിയായ വഴിയിൽ നയിച്ചു. പിന്നീട് അപ്പല്ലോസ് അനേകർക്ക് അനുഗ്രഹമായി. ഇതാണ് ദൈവരാജ്യത്തിന്റെ സൗന്ദര്യം. ഓരോരുത്തരും മറ്റുള്ളവരെ വളർത്തണം. മാതാപിതാക്കൾ മക്കളെ വളർത്തണം. ശുശ്രൂഷകർ വിശ്വാസികളെ വളർത്തണം. മുതിർന്ന വിശ്വാസികൾ പുതുവിശ്വാസികളെ കൈപിടിച്ച് നടത്തണം. പ്രിയരെ, എന്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ ആദ്യമായി എന്നെ ക്ഷണിച്ചു കൊണ്ടുപോയത് എൻ്റെ ഭാര്യയുടെ മാതാവിന്റെ അനിയത്തിയുടെ വീട്ടിൽ. അവിടെ ചെന്ന് രാത്രി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങള് സമയമായി പ്രാർത്ഥിക്കാനായി ഇരുന്നപ്പോ കിഴക്കോട്ട് തിരിഞ്ഞ് എല്ലാവരും ഇരിക്കുക. അന്ന് സത്യവേദപുസ്തകം എടുത്ത് എങ്ങനെ പ്രാർത്ഥിക്കണം, ഹല്ലേലൂയ, ആ മനയിലുമല്ല ഈ മനയിലുമല്ല, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വന്നിരിക്കുന്നു. യഥാർത്ഥമായ ആരാധനയിലേക്ക് തിരിക്കുന്ന ദൈവവചനത്തെ അന്ന് ആദ്യമായിട്ട് വിവാഹം കഴിഞ്ഞ് ഹണിമൂണിനെ ക്ഷണിച്ച, അല്ലെങ്കിൽ വിരുന്നിന് ക്ഷണിച്ച എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, യഥാർത്ഥ വഴി, സത്യം, ജീവൻ യേശുവാണ്. യേശുവിലേക്ക് തിരിയണം. ഇന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാം, അന്ന് രാത്രി, പിറ്റേന്ന് പകല് അവിടെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഇന്ന് ആ കുടുംബം ഹല്ലേലൂയ ഒരു മിഷണറി കുടുംബമായി മാറി. ഹല്ലേലൂയ. കർത്താവിനെ ശക്തമായി പ്രസംഗിക്കുന്ന ഒരഭിഷക്തനെയും കുടുംബത്തെയും ആ ഭവനത്തിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. മാതാവ് പിതാവ് മരണപ്പെട്ടു. മാതാവ് മകൻ ഹല്ലേലൂയ മരുമകൾ കർത്താവിന്റെ വേലയിൽ ശക്തമായി നിലകൊള്ളുന്നു. ഒരു ശുശ്രൂഷകനായി ദൈവം ആ കുടുംബത്തെ വളർത്തി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ ഒരു കുടുംബം മുഖാന്തരം ഇന്ന് അനേക കുടുംബങ്ങൾ യേശുവിലേക്ക് തിരിയുവാനിടയായി. തന്റെ ഇളയ സഹോദരി ഹല്ലേലൂയ തന്റെ കുടുംബം അവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം അവരെ ഉപയോഗിച്ചു. അങ്ങനെ അനേക കുടുംബങ്ങളെ ഇന്ന് ക്രിസ്തുവിലേക്ക് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാൻ പോയി വിശ്രമിച്ച ആ ഭവനം, ഹല്ലേലൂയ, ശ്രദ്ധിക്കണം, ഈ ഭവനങ്ങളിലെല്ലാം പിതാക്കന്മാർ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഹല്ലേലൂയ. ആദ്യം പോയ വീട്ടിലെ അന്നയുടെ ഭർത്താവ് മരിച്ചു. രണ്ടാമത് വിശ്വാസത്തിലേക്ക് വന്ന ആ കുടുംബത്തിലെ പിതാവ് മരിച്ചു. ഇന്നലെ ഞാൻ പോയ ആ ഭവനത്തിലെ പിതാവ് മരിച്ചു. അതെ, ചില തിരിവുകൾ സംഭവിക്കുമ്പോൾ ചില നഷ്ടങ്ങൾ, ചില കഷ്ടങ്ങൾ സംഭവിക്കും. എന്തിനാണെന്നറിയാമോ? നാശത്തിനല്ല, അവസാനമല്ല, ദൈവത്തിലേക്ക് തിരിയുക. ഇന്ന് രാവിലെ 8 മണിക്ക് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച മകനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണമേ, നിലനിൽക്കുവാൻ, വളരുവാൻ. ദൈവത്തിന് ഉപയോഗിക്കാനാകുന്ന മനുഷ്യൻ ദൈവം അന്വേഷിക്കുന്നത് കഴിവ് മാത്രമുള്ളവരെയല്ല, തിരുത്തപ്പെടാൻ തയ്യാറുള്ളവരെയാണ്. ജീവിതത്തിൽ ചായ വെക്കുമ്പോ ചായക്ക് ഇച്ചിരി കയ്പ് കൂടിപ്പോയി, ഇച്ചിരി മധുരം കൂടിപ്പോയി, അല്ലെങ്കിൽ കടുപ്പമില്ലാതായി. അപ്പൊ പറഞ്ഞു കൊടുക്കുക, കുഞ്ഞെ, സഹോദരി,
അല്ലേ സഹോദര മോനെ? അങ്ങനെയല്ല. ഇത് പറയുമ്പോ തിരുത്തപ്പെടാൻ തയ്യാറാകാത്ത വ്യക്തികളെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പറ്റത്തില്ല. ചായ കൊള്ളത്തില്ലെങ്കിലും കൊള്ളാമെന്ന് പറഞ്ഞോണം, കറി നന്നായില്ലെങ്കിൽ നന്നായെന്ന് പറഞ്ഞോണം, ഇല്ലെങ്കിൽ ആമേൻ കോപം, ഇല്ലെങ്കിൽ ഇനി ഞാൻ ഉണ്ടാക്കത്തില്ല. ഈ ആറ്റിറ്റ്യൂഡ് ഉള്ളവരെ അല്ല ദൈവം ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം ഉപയോഗിക്കുവാനാകുന്ന മനുഷ്യൻ ദൈവം അന്വേഷിക്കുന്നത് കഴിവ് മാത്രമേ ഉള്ളവരെയല്ല, പഠിക്കാൻ തയ്യാറുള്ളവരെയാണ്, തിരുത്തപ്പെടാൻ തയ്യാറുള്ളവരെ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ തയ്യാറുള്ളവരെയാണ്. അങ്ങനെയുള്ള ഒരു തലമുറ ദൈവം ആമേൻ അതെ എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ്. അങ്ങനെയുള്ളവരെ ദൈവം തലമുറകളെ സ്വാധീനിക്കാൻ ഉപയോഗിക്കും. ഹല്ലേലൂയ. പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ കൂടപ്പറപ്പേ, പ്രിയ മാതാവേ, നിങ്ങൾക്ക് വളരാനുള്ള ആഗ്രഹമുണ്ടോ? ദൈവം തിരുത്തുമ്പോൾ സ്വീകരിക്കുമോ? വചനം പഠിക്കാൻ സമയം കണ്ടെത്താനുണ്ടോ? പ്രാർത്ഥനയിൽ ആഴമായിരുന്ന് സമയം എടുത്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്ന് ദൈവം നിങ്ങളെ വിളിക്കുന്നത് വേണ്ട എന്ന് വെക്കുന്ന, തിരുത്തപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരു ആത്മീയ ജീവിതത്തിലേക്കല്ല, ദിവസം തോറും വളരുന്ന ആത്മീയ ജീവിതത്തിലേക്കാണ്. രക്ഷയിലേക്കുള്ള ആഹ്വാനം യഥാർത്ഥ വളർച്ച ആരംഭിക്കുന്നത് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന നിമിഷത്തിലാണ്. ഇന്ന് നിങ്ങൾ അവനെ കർത്താവായും രക്ഷകനായി സ്വീകരിച്ചാൽ അവൻ നിങ്ങളോട് ക്ഷമിക്കും, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകും. ദിവസം തോറും തന്റെ സ്വരൂപത്തിലേക്ക് അവൻ നമ്മളെ ആമേൻ മാറ്റിക്കൊണ്ടിരിക്കും. ഇന്ന് രാത്രി ആരാധന വേണ്ടി തയ്യാറാകും. പ്രിയ ദൈവമക്കളെ, അപ്പോസ്തല പ്രവർത്തികൾ 18 നമ്മെ പഠിപ്പിക്കുന്നത് 3 വലിയ സത്യങ്ങളാണ്. ഒന്നാമത്, ക്ഷീണിച്ചാലും ദൈവം നിങ്ങളെ കൈവിടുകയില്ല. രണ്ടാമത്, ഭയപ്പെടരുത്, കാരണം യേശു ക്രിസ്തു നിങ്ങളോട് കൂടെയുണ്ട്. മൂന്നാമത്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തെ ദൈവം ശക്തമായി ഉപയോഗിക്കും. അതുകൊണ്ട് വചനത്തിൽ വളരൂ, പ്രാർത്ഥനയിൽ വളരൂ, പരിശുദ്ധാത്മാവിൽ വളരൂ, പരിശുദ്ധാത്മാവിൽ നിറയൂ, സുവിശേഷത്തിൽ ഉറച്ചു നിൽക്കൂ. അപ്പോൾ നിങ്ങളുടെ ജീവിതം മാത്രമല്ല, നിങ്ങളിലൂടെ അനേകരുടെ ജീവിതവും ദൈവം മാറ്റും. യേശു ക്രിസ്തു ഇന്നും വിളിക്കുന്നു, ഭയപ്പെടരുത്, സംസാരിച്ചു കൊണ്ടിരിക്കുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ വാഗ്ദത്തം നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും ശുശ്രൂഷയിലും നിവൃത്തിയാകട്ടെ. ദൈവം കാണുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവർ കാണാത്ത നിങ്ങളുടെ കണ്ണുനീർ ദൈവം കണ്ടിരിക്കുന്നു. നിങ്ങൾ മൗനമായി നടത്തിയ പ്രാർത്ഥനകൾ സ്വർഗത്തിൽ കേൾക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി, ഈ രാത്രിയിലെ ചില അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടുവാൻ പോകുന്നു. ഹല്ലേലൂയ. വിശ്വാസത്തോടെ സ്വീകരിച്ചാൽ ചില ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുവാൻ പോകുന്നു. ചില കുടുംബങ്ങളിൽ വീണ്ടും സമാധാനം മടങ്ങി വരുവാൻ പോകുന്നു. ചിലരുടെ ആത്മീയ ജീവിതം വീണ്ടും ജ്വലിച്ചു തുടങ്ങുവാൻ പോകുന്നു. വിശ്വാസത്തോടെ കൈകൾ ഉയർത്തി പറയൂ, കർത്താവേ, ഞാൻ തയ്യാറാണ്. പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിങ്ങളെ സ്പർശിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഭയം മാറിപ്പോകട്ടെ, നിരാശ മാറിപ്പോകട്ടെ, നിരാശ പ്രത്യാശയായി മാറട്ടെ.
ഹീനത ശക്തിയായി മാറട്ടെ. ഇന്നത്തെ ഈ രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമാകട്ടെ. എല്ലാ കണ്ണുകളും അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ രാത്രി അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിന് മുമ്പിൽ ദൈവസന്നിധി ഇരുന്നുകൊണ്ട് അങ്ങയുടെ വചനം കേൾക്കുവാൻ, അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുവാൻ നൽകിയ കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഈ ലൈവിൽ പങ്കെടുത്ത ഓരോ മക്കളെയും, ഓരോ മകനെയും, ഓരോ സഹോദരി സഹോദരന്മാരെയും, ഓരോ മാതാപിതാക്കളെയും യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ അവിടുത്തെ കരങ്ങളിൽ നൽകി പ്രാർത്ഥിക്കും. കർത്താവേ, അവിടുത്തെ ദാസനായ പൗലോസിനോട് അങ്ങ് അരുളി ചെയ്തതുപോലെ ഇന്ന് ഞങ്ങളോടും സംസാരിക്കും. ഈ രാത്രിയിൽ അവരുടെ റൂമിൽ കർത്താവേ അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കാനിടയാക്കും, അവിടുത്തെ ശബ്ദം കേൾക്കുവാനിടയാക്കും. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടരുത്, സംസാരിച്ചു കൊണ്ടിരിക്കുക, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന അങ്ങയുടെ ശബ്ദം ഓരോ ഹൃദയത്തിലും മുഴങ്ങട്ടെ. കർത്താവേ, ഭയത്താൽ തകർന്ന ഹൃദയങ്ങളെ സ്പർശിക്കണമേ. നിരാശയിൽ കഴിയുന്നവർക്ക് പുതിയ പ്രത്യാശ നൽകണമേ. ക്ഷീണിച്ച ദൈവമക്കൾക്ക് പുതിയ ശക്തി പകരണമേ. വീണു പോയവരെ ഉണർത്തണം, തളർന്ന കൈകളെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ വീടുകളിലേക്ക് ഇറങ്ങി വരണമേ. ഓരോ ഹൃദയവും അങ്ങയുടെ അഗ്നിയാൽ നിറയട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവ് വീണ്ടും ജ്വലിക്കട്ടെ. വചനത്തോടുള്ള വിശപ്പും ദാഹവും വർദ്ധിക്കട്ടെ. ശുശ്രൂഷയിൽ തളർന്നവർ വീണ്ടും അഭിഷേകത്തോടെ എഴുന്നേൽക്കട്ടെ. ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഭയത്തിന്റെ ചങ്ങലകൾ പൊട്ടിപ്പോകട്ടെ. നിരാശയുടെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. രോഗത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. അശുദ്ധ ആത്മാക്കളുടെ എല്ലാ പ്രവർത്തനങ്ങളും യേശുവിന്റെ നാമത്തിൽ നിശബ്ദമാകട്ടെ. ഓരോ കുടുംബത്തിലും സമാധാനവും സ്നേഹവും നിറയട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ നടുവിൽ ദൈവത്തിന്റെ അത്ഭുത വാതിലുകൾ തുറക്കപ്പെടട്ടെ. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുഗ്രഹത്തിന്റെ വഴികൾ ഒരുക്കപ്പെടട്ടെ. സന്താനങ്ങൾക്കായി, തലമുറകൾക്കായി കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കട്ടെ. കർത്താവേ, ഈ രാത്രി യേശു ക്രിസ്തുവിനെ അറിയാത്തവർ അങ്ങയുടെ സ്നേഹം അനുഭവിക്കട്ടെ. മാനസാന്തരത്തിന്റെ ആത്മാവ് അവരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കട്ടെ. പാപത്തിൽ നിന്ന് തിരിഞ്ഞ് അങ്ങയുടെ അടുക്കലേക്ക് മടങ്ങി വരുവാൻ കൃപ നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ വെറും സഭയിൽ പോകുന്നവരാകാതെ അങ്ങയുടെ ശക്തിയിൽ ജീവിക്കുന്ന സാക്ഷികളാക്കണമേ. ഞങ്ങളുടെ വീടുകളിൽ പ്രാർത്ഥന വീടുകളാകട്ടെ. ഞങ്ങളുടെ ജീവിതം സുവിശേഷത്തിന്റെ വെളിച്ചമാകട്ടെ. ഇപ്പോൾ വിശ്വാസത്തോടെ ഞാൻ ചിലരെ നോക്കി പ്രഖ്യാപിക്കുന്നു. ചിലരുടെ ജീവിതത്തിൽ പുതിയ വാതിലുകൾ തുറക്കുന്നു. ചിലരുടെ ദീർഘകാല പ്രാർത്ഥനകൾക്ക് ഉത്തരം ആരംഭിക്കുന്നു. ചില കുടുംബങ്ങളിൽ കണ്ണുനീർ സാക്ഷ്യമായി മാറുന്നു. ചിലരെ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി സ്വീകരിക്കുന്നു. ചിലർ പരിശുദ്ധാത്മാവിന്റെ പുതിയ അഭിഷേകം അനുഭവിക്കുന്നു. കർത്താവേ, ഈ രാത്രി അങ്ങയുടെ സാന്നിധ്യത്തിൽ
സ്പർശിക്കപ്പെട്ട ഒരാളും പഴയ മനുഷ്യനായി മടങ്ങരുത്. എല്ലാവരും ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായി ജീവിക്കുവാൻ കൃപ നൽകണമേ. എല്ലാ മഹത്വവും, സ്തുതിയും, ബഹുമാനവും, ആരാധനയും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന് മാത്രം. യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. അമ്മേൻ, അമ്മേൻ, അമ്മേൻ. ഭയപ്പെടരുത്, യേശു ക്രിസ്തു നിന്നോട് കൂടെയുണ്ട്. അമ്മേൻ. അവൻ തുറക്കുന്ന വാതിൽ ആരും അടയ്ക്കുകയില്ല. അവൻ വിളിച്ച ശുശ്രൂഷയെ ആരും തടയുകയില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ മുന്നോട്ട് നടക്കുക. യേശു ക്രിസ്തുവിന് മാത്രം മഹത്വം. മറനാഥ. എബെനെസറായ ദൈവം കൂടെ ഇരിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ഇന്നത്തെ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവഹിതമായ നാളെ ആമേൻ ഫേസ്ബുക്ക് ലൈവ് ആമേൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നാളെ അറിയിക്കുന്നതായിരിക്കും. വൈകുന്നേരം രാവിലെ ദൈവഹിതമായാൽ ഉണ്ടായിരിക്കും. നാളെ ആമേൻ ദൈവഹിതമായാൽ ഒരു സൂമിൽ ആമേൻ പ്രസംഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആമേൻ ദൈവഹിതമാണെങ്കിൽ ആമേൻ അതിന്റെ ലിങ്ക് ആമേൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യും. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. പ്രഭാതത്തിൽ നമുക്ക് എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. മാറാനാഥ. ഗോഡ് ബ്ലെസ് യു. സീ യു അഗൈൻ. ആമേൻ. പരിശുദ്ധാത്മാവേ ഇറങ്ങി വാ, എൻ ഹൃദയം നിറച്ചിടണേ. യേശുവേ എൻ ജീവനാഥ, എന്നുള്ളിൽ വന്ന് വാഴണമേ. നിൻ സ്നേഹമേനാശ്രയം, നിൻ കൃപയേ എൻ ബലമേ. ഇരുളെല്ലാം നീക്കിടുന്ന ലോക വെളിച്ചം നീയല്ലോ. കണ്ണുനീർ നീ തുടച്ചിടും, തകർന്ന ഹൃദയം ചേർത്തിടും. നിൻ നാമത്തിൽ വിടുതലുണ്ട്, നിൻ സാന്നിധ്യം ജീവൻ തന്നെ. നിൻ കരങ്ങൾ തൊടുമ്പോൾ ബന്ധനങ്ങൾ അഴിഞ്ഞിടും. നിൻ സ്വരം കേൾക്കുമ്പോൾ ഭയമെല്ലാം മാഞ്ഞിടും. എന്നാത്മാവിൻ ദാഹമകറ്റാൻ ജീവനദിയായി ഒഴുകണമേ. എൻ ജീവിതയാഗപീഠത്തിൽ വിശുദ്ധാഗ്നിയായി ജ്വലിക്കണമേ. നിൻ മഹത്വം കാണുവാനായ കണ്ണുകൾ തുറക്കേണമേ. നിൻ ഹിതത്തിൽ നടക്കുവാനായ കാണുകളെ നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നീയേ മതിയേ. ആരാധന, ആരാധന. എൻ ജീവിതം നിനക്കായി, സ്തുതിയും മഹത്വവും നിനക്കായി. രാജാധിരാജനായ യേശുവേ, എൻ ശ്വാസമുള്ള നാളൊക്കെയും നിൻ നാമം ഉയർത്തിടുമേ. പരിശുദ്ധാത്മാവേ വീണ്ടും വീണ്ടും എന്നെ നിറച്ചിടണേ. സ്നേഹത്താലും ശക്തിയാലും നിൻ സാക്ഷിയാക്കി മാറ്റണമേ. വീണ്ടും വരും രാജാവേ, നിന്നെ കാണാമകുനീരുമേ. യേശുവേ എൻ സർവസ്വമേ,
നിത്യമായി നിന്നെ ആരാധിക്കുമേ.